പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ചവർ എവിടെ, അവർ വീണ്ടും ജീവിക്കുമോ എന്ന പഠന പരമ്പരയുടെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ജൂലൈ മാസം 6 തീയതി 2026 തിങ്കളാഴ്ച രാത്രി നാം കടന്നു വന്നിരിക്കുന്നു. ഈ പഠനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തോടുള്ള കാര്യങ്ങളെ സംസാരിപ്പാൻ, നമ്മളോട് ഇടപെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് മരണാനന്തരം താമസമില്ല ഉടനെ സംഭവിക്കുന്ന 10 സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. എന്തൊക്കെയാണ് 10 സംഭവങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്, ഉടനെ എന്താണ് സംഭവിക്കുന്നത്, അതിന് കുറച്ച് ദിവസങ്ങൾ താമസമുണ്ടോ, 40 ദിവസം എടുക്കുമോ ഇവിടുന്ന് പോകാൻ എന്നൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ 10 പോയിന്റുകൾ വേഗത്തിൽ ഞാൻ പറയാതെ വിശുദ്ധന്മാരുടെ ബന്ധത്തിലും അത് പാപികളുടെ ബന്ധത്തിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, മരണാനന്തരം ഉടൻ തന്നെ അകത്തെ മനുഷ്യനെ ദൂതന്മാർ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മരണാനന്തര നിലയിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകുന്നു. രണ്ടാമത്, ഇവിടുന്ന് പുറപ്പെടുന്ന സമയം, ഇവിടുന്ന് നമ്മൾ മരണത്താൽ ഇവിടെ നീക്കപ്പെട്ടാൽ ആ മനുഷ്യാത്മാക്കൾക്ക് തികഞ്ഞ ബോധമുണ്ടായിരിക്കും. 3, വിശുദ്ധന്മാർ ആശ്വാസത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, അങ്ങനെയല്ലാത്തവർ ദുഷ്ടന്മാർ യാതനയിലേക്കോ കഠിനയാതനയിലേക്കാണോ തള്ളപ്പെടുന്നത്. ഉടൻ തന്നെ അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 4ാമത്തെ കാര്യം, പരസ്പരം കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മരണാനന്തരം എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഉള്ളവരെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 5ാമത്തെ കാര്യം നമുക്ക് ഉടൻ തന്നെ സംഭവിക്കുന്നത് വിശപ്പ്, ദാഹം, വേദന എന്നിവ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ കൊണ്ട് തീർന്നു പോകത്തില്ല. എന്നാൽ നാം വിശുദ്ധന്മാരാണെങ്കിൽ തൃപ്തിയും സന്തോഷവും സമൃദ്ധിയും ആണ് അവിടെ ലഭിക്കുന്നതെങ്കിൽ, മറുഭാഗത്ത് വിശപ്പും ദാഹവും വേദനയും കഠിനമായിരിക്കും, നിരാശയുമായിരിക്കും മറുഭാഗത്ത് ദുഷ്ടന്മാർക്കുണ്ടാകുന്നത്. 6, വിട പറയുന്നത് വരെയുള്ള, ഇവിടുന്ന് മാറ്റപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കും, അറിവുണ്ടായിരിക്കും. ഇവിടെ ചെറുപ്പകാലം മുതൽ പരിചയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും. ഇവിടുന്ന് മാറ്റപ്പെടുന്ന സമയത്ത് ആ ഒരു അറിവോട് കൂടിയാണ് നാം ഇവിടുന്ന് മാറ്റപ്പെടുന്നത്. 7, ലാഭമായി തീർന്ന ജീവിതമാണെങ്കിൽ ലാഭത്തെക്കുറിച്ചും നിത്യതയുടെ ഭാവിയെക്കുറിച്ചുമുള്ള, പുതിയ ശിക്ഷയെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചുമുള്ള വലിയ ആത്മീയ കാഴ്ചപ്പാടിലേക്ക് നീതിമാന്മാർ, വിശുദ്ധന്മാർ ആയിത്തീരുമ്പോൾ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ജീവിതമായിരിക്കും മറുഭാഗത്തുണ്ടാകുന്നത്. ദൈവമക്കൾ ലാഭമുള്ളവരായി ജീവിതത്തിൽ ക്രിസ്തുവിനെ നേടിയത് മുഖാന്തരമായിട്ട് ലാഭങ്ങളെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെ തികവിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, നിത്യതയുടെ ഭാവിയെക്കുറിച്ചുള്ള സന്തോഷം ഓർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോൾ, മറുഭാഗത്ത് കഠിനമായ നിരാശയും നഷ്ടബോധവും മാനസാന്തരപ്പെടാതിരുന്നതിൻ്റെ വിഷമതകളും ഭാരങ്ങളുമായിട്ട് കഠിനമായിരിക്കുന്ന വ്യതയിലായിരിക്കും മറുഭാഗത്തേക്ക് തള്ളപ്പെടുന്നവർ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 8ാമത്തെ കാര്യം, പരസ്പരം സംസാരിക്കാനുള്ള ഭാഷയും അത് സംസാരിക്കുവാൻ സാധിക്കും, പരസ്പരം സംസാരിക്കുവാൻ കഴിയും. മരിച്ച ശേഷമായി പരസ്പരം സംസാരിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. 9ാമത്തെ കാര്യം, വിശുദ്ധന്മാർ വസ്ത്രധാരണത്തോടെ ആയിരിക്കും അകത്തെ മനുഷ്യൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ താമസിപ്പാനുള്ള പ്രത്യേക ഓരോ നിലയിലുള്ള പ്രത്യേക വസ്ത്രത്തോടു കൂടിയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് പാപം ചെയ്യുന്നവർക്ക് ലജ്ജയായിരിക്കും, അവർക്ക് വസ്ത്രം ഉണ്ടായിരിക്കില്ല, ധരിപ്പാൻ വസ്ത്രം ഉണ്ടായിരിക്കത്തില്ല. എൻ്റെ 10ാമത്തെ കാര്യം, വിശുദ്ധന്മാർക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ 10 കാര്യങ്ങളാണ് മരണാനന്തരം പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ ശമൂവേൽ പ്രവാചകനും വെളിച്ചപ്പാടത്തെയുമായിട്ടുള്ള വിഷയത്തിലുള്ള ബന്ധത്തിൽ ഒരിക്കലും മരിച്ചുപോയ ഒരു പ്രവാചകനോ ഒരു വ്യക്തി പോലും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്നുള്ളത് വചനപരമായ അടിസ്ഥാനപരമായ തത്വമാണ്, അതിന് മാറ്റമില്ല. എന്നാൽ
ദൈവത്താൽ അല്ലാതെ മറ്റാർക്കും മരിച്ച ഒരാത്മാവിനെ വെളിയിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൽപ്പനയാലോ ദൈവത്തിൻ്റെ ദാസന്മാരാലോ അതല്ലാതെ മറ്റാർക്കും തന്നെ അതിന് സാധ്യമല്ല. എന്നാൽ എങ്ങനെയാണ് വെളിച്ചപ്പാടത്തിയുടെ മുമ്പിൽ മരിച്ചുപോയ ശമൂവേൽ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ ഇടയാത്തീർന്നു. അത് ഒരു ദുഷ്ടദൂതൻ ശമൂവേലിൻ്റെ വേഷം കെട്ടി പ്രത്യക്ഷപ്പെട്ട് വചനം മോഷ്ടിച്ച് ആ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞ വചനത്തെ ശൗൽ അത് കാര്യമായി എടുക്കാതെ അവഗണിച്ച് കളഞ്ഞപ്പോൾ അത് മുഴുവൻ പെറുക്കിയെടുത്ത പറവയാതിയായിരുന്നു. ദുഷ്ടദൂതൻ അത് മുഴുവൻ പെറുക്കിയെടുത്തു. അത് അവൻ ശേഖരിച്ചു വെച്ചതാണ് അവൻ ദൂതായിട്ട് വചനമായിട്ട് വചനം മോഷ്ടിച്ച് സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ 8ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് ഈ 9ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവർ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ഏകദേശമായിരിക്കുന്ന ഒരു പഠനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ എന്നത് ഒരു ഭൂതകാല സംഭവമാണ്. ഇപ്പോൾ ഇല്ല എന്നുള്ളതും നമ്മളത് വ്യക്തമാക്കി ഗ്രഹിച്ചിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം, ഈ പഠനം അവസാനിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഈ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവർ ഇപ്പോഴെന്തുകൊണ്ട് ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അവിടേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു. മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്ന നീതിമാന്മാരെ, വിശുദ്ധന്മാരെ ദൈവം ഉദ്ധരിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കരേറി എന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചിരുന്നു. യൂട്യൂബിൽ ഒരു പ്രിയപ്പെട്ട ഒരാൾ അത് പൈശാചിക ഉപദേശമാണ്, പാതാളത്തിലേക്ക് തൻ്റെ പരിശുദ്ധദാസനെ ദൈവം വിടത്തില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു സാത്താനിക ഉപദേശമല്ല. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കണ്ടതില്ല, പാതാളത്തിൽ വിട്ടതുമില്ല എന്നതിൻ്റെ അർത്ഥം പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ലെന്നാണ്. എൻ്റെ അർത്ഥം അവിടെ ഇറങ്ങിപ്പോയില്ലെന്നില്ല. ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി എന്നുള്ളത് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞത്. റോമർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ഇറക്കുമെന്നോ സ്വർഗത്തിലേക്കോ അവനെ പാതാളത്തിൽ നിന്ന് കയറ്റുമെന്നോ നീ ഹൃദയത്തിൽ വിചാരിക്കരുതെന്ന് റോമർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗാസ്വർഗത്തിലേക്ക് യേശു കരയേറിപ്പോയി എന്നുള്ള സത്യമാണ്. ഇനി അവിടുന്ന് യേശു ഇറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ചിന്തിക്കേണ്ട. അതുപോലെ തന്നെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി അതുകൊണ്ട് ആരവനെ കയറ്റുമെന്നും ആരും ചിന്തിക്കേണ്ടതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടത് ആർക്കും അതിനെ ഒന്നും മനുഷ്യൻ്റെ ഇഷ്ടത്തിനല്ല എന്നുള്ളത് റോമർക്കെതിരെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് മീതെയുള്ള പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഈ പാതാളം എന്നുള്ളൊരു വിഷയം, അത് ആ ഒരു സബ്ജക്റ്റ് പലർക്കും ഭയങ്കര ഒരു വലിയൊരു വിഷമകരമായ കാര്യം. പാതാളം എന്നുള്ളത് പറയുന്നത് അത് അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിൻ്റെ അടിവേർ നമ്മൾ അർത്ഥിരുന്നു. പക്ഷെ ഇനിയും ഞങ്ങൾക്ക് അതിൻ്റെ സംശയം കാണത്തില്ല എന്ന് വിചാരിക്കുന്നത്. ആദ്യമായി പ്രസ്താവിച്ചത് യാക്കോബാണ്. യാക്കോബ് പറഞ്ഞ എൻ്റെ നരിയ ദുഃഖത്തോടെ പാതാളത്തിറങ്ങുമാറാക്കണമെന്ന് അബ്രഹാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അതോ പാതാളത്തിൽ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ നിരവധി കാര്യങ്ങൾ നാം മനസ്സിലാക്കിയതുകൊണ്ട് മീതെയുള്ള പാതാളത്തിലേക്കാണ് ഇറങ്ങിപ്പോയെന്നും കർത്താവ് അവിടെ പോയി മരിച്ചവരോട് സുവിശേഷം അറിയിച്ച് മരിച്ചവർക്ക് ജീവൻ കൊടുക്കും കർത്താവായി തീർന്നു എന്നുള്ളതിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് കർത്താവ് മീതെയുള്ള പാതാളത്തിൽ പോയി അവിടെ സുവിശേഷം അറിയിച്ച് അവരെ അവിടെ ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരെ വിടുവിച്ചുകൊണ്ട് അവരെ നീതീകരിക്കപ്പെട്ടവരായി പാപത്തിൻ്റെ പരിഹാരം മുഖാന്തരമായി സുവിശേഷമായി വിടുതൽ അവിടെ അനുഭവിച്ച് അവരെ അവിടെ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുപോയതിൽ 2 കൂട്ടരുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ആ 2 കൂട്ടർ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകി ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്കറിയാമെങ്കിലും അതൊന്നുകൂടി വിശദീകരിച്ച് അതിൻ്റെ സംശയം ദൂരീകരിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രാരംഭ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ജീവവസ്തുവിൽ പേരുള്ള നിത്യജീവന് യോഗ്യത പ്രാപിച്ചതുണ്ട്. 2 അബ്രഹാമിൻ്റെ മടിയിലിരിപ്പാൻ യോഗ്യത പ്രാപിച്ച പഴയ വിശുദ്ധന്മാരുണ്ട്. അപ്പോൾ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്ന 2 മരണാനന്തരങ്ങളിലെ നീതിമാന്മാരെ കുറിച്ചും അവിടെ ആത്മാക്കൾ ഇപ്പോൾ എവിടെ വിശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മീതെയുള്ള പാതാളത്തിൽ 2 കൂട്ടരുണ്ടായിരുന്നു. എല്ലാവരും ഒരേ നിലയിലായിരുന്നില്ല. അപ്പോൾ ശിശുക്കളെ പോലെ
ജീവപുസ്തകത്തിൽ പേര് മായ്ക്കപ്പെടാത്തവർ പറഞ്ഞാൽ അവർ ജനിച്ച് ശരീരത്തിൽ ശരിയോ തെറ്റോ ഒക്കെ ചെയ്ത് മനഃപൂർവ്വമായി പാപം ചെയ്യുമ്പോഴാണ് ദൈവം അവരുടെ പേര് മായ്ച്ചു കളയുന്നത്. അപ്പം എല്ലാ മനുഷ്യനും ജനിക്കുമ്പോൾ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റ ജനനം പോലും ജീവപുസ്തകത്തിൽ പേര് രക്ഷപ്പെടാത്ത ഒരൊറ്റ വ്യക്തി പോലും ലോകത്തിൽ ജനിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ അതേക്കുറിച്ച് നീ ആവർത്തിക്കുന്നില്ല. സകല മനുഷ്യരുടെയും പേരുകൾ ജീവപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ല. അല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ ദൈവം എന്നെ കണ്ട് എൻ്റെ പേര് മാത്രം അവിടെ എഴുതി വെച്ച് ബാക്കിയുള്ള പേര് എഴുതാതിരുന്നില്ല. ലോകത്തെ സകല മനുഷ്യൻ്റെ പേരും ഖായിൻ്റെയും ഹാവേലിൻ്റെയും ആദമിൻ്റെയും ഹൗവയുടെയും അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും യൂദയുടെയും അങ്ങനെ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരുടെയും പേരുകൾ ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ മനഃപൂർവ്വം പാപം ചെയ്യാൻ തുടങ്ങിയ ബാല്യപ്രായം കഴിഞ്ഞ് മനഃപൂർവ്വം ദൈവം പാപക്കണക്കിടാൻ തുടങ്ങിയപ്പോഴാണ് പാപം മുഖാന്തരമായി ദൈവം മനുഷ്യന്റെ പേരുകൾ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളഞ്ഞു. വീണ്ടും ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്വങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യമാണ്. അപ്പോൾ സ്വർഗത്തിൽ പേരെഴുതുന്നു, അല്ലെങ്കിൽ മണ്ണിൽ എഴുതി വയ്ക്കുന്നു. അവസാനമായിട്ടാണ് മനുഷ്യൻ ലോക ജീവിതം തീർന്നതിന് ശേഷമാണ് ഏത് മരണാന്തരയിലേക്കാണ് അവൻ മാറ്റപ്പെടുന്നുള്ളത് ഫൈനലി തീരുമാനിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്ന ജീവപുസ്തകത്തിലും പാപം ചെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ രേഖപ്പെടുത്തി വയ്ക്കും. മണ്ണിൽ രേഖപ്പെടുത്തിയതിനു ശേഷമായി പാതാളത്തിലേക്ക് പോകണമോ നരകത്തിലേക്ക് പോകണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവസാനം ശ്വാസം വലിക്കുമ്പോഴാണ്. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ജീവവസ്തു പേരിൽ നിന്ന് അവരെ ഏത് നിലയിലേക്ക് വളർത്തപ്പെട്ടു എന്നുള്ളത് ദൈവം തീരുമാനിക്കുന്നത് അവസാന ശ്വാസം വലിക്കുമ്പോഴാണ്. മൂന്നാം സ്വർഗത്തിലേക്ക് പോകണമോ, രണ്ടാം സ്വർഗത്തിലേക്ക് പോകണമോ, നിത്യജീവനിലേക്ക് പോകണമോ എന്ന പുതിയ വിശ്വാസത്തെക്കുറിച്ച് ദൈവം തീരുമാനിക്കും. അത് പഴയ വിശ്വാസത്തോട് മധ്യസ്ഥാനോട് ബന്ധത്തിലുള്ള ന്യായപ്രമാണത്തെ അതുപോലെ ഉള്ളവരെ കുറിച്ച് നിത്യജീവനിലേക്ക് പോകണമോ, അതോ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് പോകണമോ, പരദീസ സ്വർഗത്തിലേക്ക് പോകണമോ എന്നുള്ളത് ദൈവം അപ്പോഴാണ് തീരുമാനിക്കുന്നതെന്ന് നാം ചിന്തിച്ചു. അപ്പോൾ ഇവിടെ മീതെയുള്ള പാതാളത്തിൽ രണ്ട് കൂട്ടരാണ് ഉണ്ടായിരുന്നത്, രണ്ട് നിലയിലുള്ളവരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നിത്യജീവന യോഗ്യതയുള്ള പ്രാപിച്ചവർ, ജീവസ്ഥ പേര് എഴുതിയ അത് നമുക്കറിയാം. നിത്യജീവന യോഗ്യത പ്രാപിച്ച അവരിലെ എല്ലാ ശിശുക്കളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാലത്തിൽ പൊലിഞ്ഞുപോയ ശിശുക്കളെ, അവരുടെ ആത്മാവിനെ ദൈവം നിത്യനരകാഗ്നിയിൽ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്നത് അതിന് വേണ്ടി തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനത്ര തർക്കിക്കുന്നത്? ദൈവം ഒരു തെറ്റും ചെയ്യാത്ത ശിശുക്കളെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ജാതിയുടെ പേരിൽ ദൈവം വിവേചിച്ച് നരകാഗ്നിയെ തള്ളിക്കളയുമോ? ഒരു നാളും ദൈവം ചെയ്യത്തില്ല. ജാതിയും മതവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? എത്രയോ സംഭവങ്ങളുണ്ട്. ആശുപത്രികളൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റിക്കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർ ജനിച്ചു വീണപ്പോൾ അവരേതെങ്കിലും പ്രത്യേക ഒരു മതത്തിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ അങ്ങനെയാണ് അവർ ആദ്യം കരയുന്നത്? അല്ലല്ലോ. അവർ കരയുമ്പോൾ അവര് ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് വിളിച്ചാണോ കരയുന്നല്ലോ? അങ്ങനെയല്ല കരയുന്നത്. എല്ലാ മനുഷ്യനും ഒരുപോലെയാണ് ജനിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞിനെ മാറ്റി കൊണ്ടുവന്ന് ഒരു മതത്തിൽപ്പെട്ട ആളുടെ കുഞ്ഞിനെ മറ്റൊരു മതത്തിൽ കൊണ്ടേ കൊടുത്തെങ്കിൽ അത് വളരുന്നത് ആ മതത്തിൻ്റെ ഇതനുസരിച്ചായിരിക്കും വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനനത്തിങ്കൽ ഒരിക്കലും ദൈവം ഒരു മനുഷ്യനെ അവനെ വിവേചിച്ചെന്ന് പറഞ്ഞാൽ അവനെ തരംതിരിച്ചിട്ടില്ല. എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. ഞാനത് ആവർത്തിച്ച് പറയുന്നത് സംശയം വരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസികൾക്ക്, അഥവാ ദൈവജനത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സഭയോട് ചേർക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കാര്യാദികളോ ശുശ്രൂഷകളോ ചെയ്യാത്തത് കൊണ്ടാണ്. ബുദ്ധിയുള്ള ആരാധനക്കാരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ബുദ്ധിയുള്ളത് കൊണ്ടാണ്, പരിജ്ഞാനമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം മനുഷ്യൻ ജന്മപാപത്തിൽപ്പെട്ടവനാണെന്നും അതുകൊണ്ട് ആ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ക്രിയകൾ ചെയ്യണം, അല്ലെങ്കിൽ ആ കുഞ്ഞ്
അതിന് മരണത്തിൽ ഭരിച്ചാൽ നരകാഗ്നിയിൽ പോകുമെന്ന് ചിന്തിക്കുന്ന അബദ്ധ ചിന്തകളുള്ള അനേകരുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. എന്നാൽ അതിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അങ്ങനെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജനിച്ചു കഴിയുമ്പോൾ ശുദ്ധീകരണ നിയമം ഉണ്ടായിരുന്നല്ലോ, അത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമല്ലായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന ചോദ്യം പെട്ടെന്ന് ചോദിക്കാം. ലേവ്യ പുസ്തകം കൊടുത്തിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ജനിച്ചപ്പോഴും അവനെയും ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയത് ശുദ്ധീകരണ നിയമം അനുസരിച്ച് കൊണ്ടുപോയിരുന്നു. അത് ശരിക്കും വായിച്ചാൽ, ലേവ്യ പുസ്തകം 12 അധ്യായം മുഴുവൻ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നടത്തിയിരുന്നത് ഒരുവനെ യഹൂദനായി എണ്ണപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. അതൊന്നും അവനെ നീതീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. അപ്പം അന്ന് യഹൂദൻ ആ മതത്തിലാകാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയുള്ള കാര്യമല്ല, നീതീകരിക്കപ്പെടാൻ വേണ്ടിയായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് 2 അധ്യായം 28-29 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നീതീകരണമല്ല അത് നടത്തിയിരുന്നത്. അപ്പം മോശയുടെ ന്യായപ്രമാണപ്രകാരം കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ദേവാലയത്തിൽ ചെന്ന് യാഗപരിപാടികൾ നടത്തിയിരുന്നത് ശിശുക്കളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല, പ്രസവിച്ച മാതാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. ദൈവപുസ്തകം 12 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ സംശയം ഉണ്ടെങ്കിൽ മാറണം. ഒരിക്കലും ജനിച്ചു വീണ ആ നിഷ്കളങ്കയായിരിക്കുന്ന കുഞ്ഞിൻ്റെ അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അല്ല, പ്രസവിച്ച മാതാവിൻ്റെ അശുദ്ധി മാറി ദൈവത്തിന് ആലയത്തിൽ ചെല്ലണമെങ്കിൽ ദിവസങ്ങൾ വെച്ചിരുന്നു. ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 33 ദിവസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 55, അങ്ങനെയുള്ള ആഴ്ചകൾ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ ഒരിക്കലും ജനിച്ച കുഞ്ഞുങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അല്ല ശുദ്ധീകരണ പ്രമാണം പഴയ നിയമത്തിൽ കൊടുത്തിരുന്നത്. സംശയം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ലേവ്യ പുസ്തകം 12 അധ്യായം വായിക്കണം. ഞാൻ അത് മുഴുവൻ എടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനതിൻ്റെ സൂചന മാത്രം നൽകി പോകുന്നത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. അതിനകത്ത് നിങ്ങൾക്കത് വ്യക്തമാക്കി തീർക്കും. അത് ലേവ്യ പുസ്തകം 12 അധ്യായം വായിക്കണം. അതുപോലെ ലൂക്കോസ് സുവിശേഷം 2 അധ്യായം 22-24 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധീകരണ നിയമം ഒരിക്കലും കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അന്ന് അവർ പേര് വിളിച്ച് നാമം ചാർത്തി അവരെ ആ യഹൂദൻ എന്നുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ എന്ന ഗണത്തിൽപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഒരു സിസ്റ്റം അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവസഭകൾ എപ്പോൾ വേണമെങ്കിലും ശിശുക്കളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പണ പ്രാർത്ഥന നടത്തും. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുമില്ല. ചോദ്യം ചോദിക്കാറുണ്ട്. ചില ചോദിക്കും, എന്തുകൊണ്ടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ലല്ലോ? മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെല്ലാം തലവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഒരു രക്ഷയില്ല, ഒരു മാറ്റമില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഒരു ഭൂകമ്പത്തിൽ മരിച്ച് ഇവിടുന്ന് മാറ്റിയില്ല, സുനാമിയാൽ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആര് പിന്നെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? എത്രയോ കുടുംബങ്ങൾ വീടടക്കം തലമുറയില്ലാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ആരാ ഈ ആണ്ടിലും മറ്റുള്ള സമയങ്ങളിലൊക്കെ പോയി പ്രായശ്ചിത്തമായി നടത്താൻ പറ്റുന്നത്? അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതായി പോകും. അതുപോലെ മരണാനന്തര ക്രിയകൾക്ക് പ്രയോജനമില്ല, നിഷ്പ്രയോജനമാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം തെളിയിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം മരിച്ചുപോയ വ്യക്തികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി അവരുടെ ഡെഡ് ബോഡി മാറിപ്പോകാം. മുറിച്ചതിനെ കൊടുക്കുമ്പം എക്സിന് പകരം വയ്യ കൊടുത്തു വിട്ടു. അവരവരുടെ മതത്തിൻ്റെ അനുസരിച്ച് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായത് വയ്യ ആയിരുന്നില്ല, അത് എക്സിൻ്റെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. എന്ത് പ്രയോജനം? ഇനി മരിച്ചു പോയെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ശേഷക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും മരിച്ചുപോയ ആളെ കയറി വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അന്നേരം ചെയ്ത ശുശ്രൂഷകളൊക്കെ ആർക്ക് വേണ്ടി ചെയ്തത്? അതുവരെ ചെയ്ത് ആർക്ക് വേണ്ടി ചെയ്തതാണ്? ഞാൻ പരസ്യമായി ചോദിക്കുന്നത്, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു ചോദ്യത്തിന് മുമ്പിലും തലകുനിക്കാൻ ദൈവം അനുസരിച്ച് പോകുന്നവർക്ക് ഇടയാകത്തില്ല. ശരിയല്ലേ? ഇപ്പോൾ മരിച്ചുപോയി എന്ന് വിചാരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള എല്ലാ ശേഷക്രിയകളും ചെയ്തു. അത് ഏത് മതത്തിലെ ആയിക്കോട്ടെ, XYZ ഏത് മതമായിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നാൽ അവർ ആരുടെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ ക്രിയകളൊക്കെ ചെയ്തത്?
എന്ന് ചോദിച്ചാൽ, നമ്മളങ്ങനെ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ലേ? പേപ്പറൊക്കെ നമ്മൾ വായിച്ചില്ല, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ട്. മരിച്ചെന്ന് വിചാരിച്ച ആൾ 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അതിനു മുമ്പ് മരിച്ചെന്ന് ധാരണയിൽ അവരെല്ലാം ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടെ മടങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ്റെ ആത്മാവിൽ എന്തെങ്കിലും മാറ്റം ഇത് മുഖാന്തരം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയില്ല, നമുക്ക് യാതൊരു കാര്യങ്ങളും അതോടനുബന്ധമായിട്ട് അവരുടെ ഗുണീകരണത്തിന് വേണ്ടി ചെയ്യാറില്ല. അത് നമുക്ക് എന്തെല്ലാം ചെയ്താലും ഒരു മാറ്റം വരുത്തുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം ഉള്ളത് കൊണ്ടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാത്തത്. മരിച്ചുപോയവർക്ക് വേണ്ടി ഒന്നും നമ്മൾ ചെയ്യാത്തത്, ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യുന്നത് അത് ദൈവികമല്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയുള്ള യാതൊരുവിധമായ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. മരിച്ചുപോയ ആൾക്കാരുടെ കല്ലറയ്ക്കിലേക്ക് ആ സമയത്ത് പോയി, ആ കൃത്യസമയത്ത് പോയി അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ഒന്നും വചനപ്രകാരമായിട്ട് വചനം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വചനവിരുദ്ധമായ കാര്യമാണ്. സ്നേഹമൊക്കെ ശരിയാണ്, പക്ഷേ സ്നേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും ദുരാചാരത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല എന്നുള്ളതും വചനം വ്യവസ്ഥ ചെയ്യണം. മരിച്ചുപോയവർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു, അവരുടെ ശരീരം മണ്ണോട് ചേർന്നു, അത് നിദ്ര പ്രാപിക്കുന്നു. അവരുടെ അകത്തെ മനുഷ്യൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി അവർ വിശ്രമിക്കുകയോ അല്ലെങ്കിൽ യാതൊരു അനുഭവിക്കുകയോ ചെയ്യുന്നു. അതിന് ഭൂമിയിലിരിക്കുന്ന ഒരു മനുഷ്യന് ഒന്നും തന്നെ ആ ജീവിതത്തോട് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി ജീവനോട് ഉള്ളവരോടാണോ മരിച്ച അത് വ്യവസ്ഥ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി ജീവനോടിരിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മരിച്ചുപോയവരൊക്കെ ജീവനോടിരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തോണം. മരിച്ചതിന് ശേഷം ഇനി അവരുടെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടി ഒന്ന്, അപ്പം നിങ്ങൾ ചിലർ ചോദിക്കും, മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനപ്പെട്ടില്ലേ, അതെങ്ങനെയാ ഒന്ന് ചോദിക്കും അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം എടുക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സംശയം കൂടി ഇവിടെ തീർത്തു പോയിട്ടില്ല എങ്കിൽ ഇനി അത് സംബന്ധമായിട്ടുള്ള ചോദ്യം വന്നിട്ട് പിന്നീട് ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുത്തുനിന്ന് വായിക്കാനായിട്ടൊക്കെ താല്പര്യപ്പെടുകയാണ്. മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്ന എന്ത് എന്നുള്ളത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പിന്നീട് അത് ഇല്ലാതിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കത് മനസ്സിലാക്കിയെടുക്കണം. കാരണം അന്ന് അവർ വളരെയധികം സ്നേഹമുണ്ടായിട്ട് അവർക്ക് സ്നാനപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ അവർ സ്നാനപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചും വേദപുസ്തകം വളരെ വ്യക്തത നൽകുന്നുണ്ട്. മനുഷ്യർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്ത് എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അത് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഈ ഒരു ഭാഗത്തോട് ഉള്ള ബന്ധത്തിൽ പെട്ടെന്ന് ചിന്തിച്ചതായതുകൊണ്ട് എൻ്റെ റെഫറൻസ് ഞാൻ വേഗത്തിൽ എടുത്ത് എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ആ സംശയം ഉണ്ടല്ലോ, ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് എടുക്കാം. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് ഒരു കാര്യം പ്രാരംഭ നൂറ്റാണ്ടിലെ ദൈവസഭയിൽ അത് സംഭവിച്ചിരുന്ന കാര്യമാണ്. ഇപ്പം 15-ാമത്തെ 21-ാം വാക്യത്തിൽ അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന് ചോദിക്കുകയാണ്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളീ പറയുന്ന മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ബൈബിളിൽ തന്നെയല്ല രേഖപ്പെടുന്നത്. 15-ാമത്തെ 29-ാം വാക്യം അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങൾ നാഴിക തോറും പ്രാണഭയത്തിലാകുന്ന എന്തിന് എന്ന് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. ഇത് വായിച്ച ഈ ഒരു ഒറ്റ വാക്യം കൊണ്ട് വേണമെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കാമെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളത് സ്ഥാപിച്ചാൽ അതിനെ ഖണ്ഡിച്ചു കളയാൻ കഴിയത്തില്ല. ഇപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ അത്
ഇത് നമ്മുടെ പഠനത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പേന എടുത്ത് നമ്മൾ വെട്ടിക്കളയുകയാണ്. വെളിപ്പാട് 1 അധ്യായം അതിൻ്റെ 29 വാക്യം നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് ശരിയല്ല, അതുകൊണ്ട് വ്യാഖ്യാനത്തിൽ വന്ന തെറ്റാണ്, ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പേന എടുത്തങ്ങ് വെട്ടിക്കളയുകയല്ല, ഇനി അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. വേദവസ്തു കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റും, നമുക്കറിയാൻ വയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ. അപ്പോൾ അന്ന് അവർ ചൂടുവെച്ചവരായിരുന്നു, ആത്മാവിൽ ചൂടുവെച്ച് ആരംഭ നൂറ്റാണ്ടിലെ സഭയാണ്. പലതും അവർ ചെയ്തു, പക്ഷേ പരിശുദ്ധമാന് തുണ കൂട്ടുന്നില്ല. അന്നത്തെ ഒരു പ്രധാന കാര്യമായിരുന്നു അവർ ചെയ്തത്. ഞാനിത് പറഞ്ഞു പോകുന്ന ചില സംശയം മാറ്റാൻ വേണ്ടിയാണ്. അവര് ഉള്ളതെല്ലാം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാലത്ത് കൊണ്ട് വെക്കുമായിരുന്നു. പരിശുദ്ധന്മാർ അങ്ങനെ പറഞ്ഞില്ല, ചെയ്യണമെന്ന് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ അവിടെ പറയാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ എന്നാൽ അവര് ആത്മാവിലെ വലിയ ചൂടായി നമുക്കിനി ഒരുമിച്ച് കൂടിയാൽ മതി, നാളൊന്നുമില്ല, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉള്ളതെല്ലാം വിറ്റ് ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരുമിച്ച് താമസിക്കുക എന്നൊക്കെ ചിന്താഗതി വന്നു. ദൈവത്തിന് ആത്മാവ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടല്ലേ അനീന സബീറായും മരിക്കാൻ കാരണമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദൈവം പറഞ്ഞിരുന്ന കാര്യമായിരുന്നില്ല ഇത്. ദൈവം പറഞ്ഞിരുന്ന കാര്യമായിരുന്നില്ല. ദൈവം അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞു തന്നില്ല. അപ്പം അവരെല്ലാം കൂടി തീരുമാനിച്ച് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അവരെല്ലാവരും കൂടി അങ്ങനെ തീരുമാനിച്ച് അത് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തെ അതിൻ്റെ അകത്ത് വന്ന പാളിച്ചകൾ, അപാകതകൾ വന്നപ്പോൾ അത് അതുപോലെ നിന്നുപോയി. ദൈവാത്മാവ് തുടങ്ങിയ ഒരു കാര്യം നിന്നു പോകത്തില്ല, തുടങ്ങിയത് അത് കണ്ടിന്യൂ ചെയ്യും. സ്നാനപ്പെടുന്നതും രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും കർത്തൃമേഷ നടത്തുന്നതും അടിസ്ഥാന ഉപദേശങ്ങളൊന്നും നിന്നു പോയിട്ടില്ലല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിന്നുപോയത്, അത് പിന്നീട് നടന്നില്ലല്ലോ, അതിൻ്റെ പ്രോത്സാഹനം നടന്നില്ലല്ലോ. പിന്നെ നടക്കാതിന് കാരണം എന്താണ് ആലോചിച്ച് നോക്കുക. നമ്മുടെ സഭയിൽ 10 പേരുണ്ട്. ഒരാൾ പുതുതായിട്ട് വന്ന് ചേർന്നു, 10 പേരും വിറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കഴിച്ചൊഴിക്കുക. ഒരാൾ വന്ന് ചേർന്നു, 14 തന്നു, 14ാമത്തെ വസ്തു കൊണ്ട് വിറ്റു, എല്ലാം കൂടെ തന്നു. പിന്നെ എന്നും ഈ കൂട്ടും കഴിക്കലും കുറയ്ക്കലും കൊടുക്കലും വാങ്ങലും അളവും പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ, മറ്റൊരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അവനെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ ആ പ്രവണത പ്രാരംഭത്തിൽ തന്നെ നിന്നുപോയത്. അതിനെ നിന്നുപോയി. അത് മനുഷ്യൻ കൊണ്ടുപോകണമെന്നു കഥാവ് അനുവദിച്ചു കൊടുത്തു. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതന്നെ നിന്നുപോയി. അതാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സമത്വം 2 കൊരിന്ത്യർ 8 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 13 വാക്യത്തിൽ മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും അറിയണമെന്നല്ല, സമത്വം വേണമത്രേ. സമത്വമുണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഈ കാലം നിങ്ങൾക്ക് സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. വചനം ഉച്ചരിക്ക് വായിക്കണം. ഇതെടുത്ത് വേണമെങ്കിൽ ചോദിച്ചു കഴിയുമ്പോൾ സമത്വമല്ല പറയേണ്ടത്, സമത്വം വേണം. ഞാൻ ഒരു കാര്യം പറയാം. ദൈവവചനം വായിച്ചിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ സമത്വം വേണം. നമ്മൾ ആദ്യം പഠിച്ചു ഇതുമായിട്ട് ബന്ധം ഒരുമിച്ച് നടക്കും. പക്ഷെ ഇതിനകത്ത് വളരെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അത് സഭ അനുവർത്തിക്കേണ്ട കാര്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക കാലം. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. നമ്മളൊരു ഫാമിലി കോൺഫറൻസ് കൂടുന്നു, നമ്മളൊരു മീറ്റിങ്ങിന് കൂടി വരുമ്പോൾ അവിടെ സമത്വം ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സഭയുള്ള എല്ലാവരും സമത്വത്തോടെ ജീവിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നടക്കത്തില്ല. സഭയിലുള്ള 10 കുടുംബങ്ങളും ഒരുപോലെ സമത്വത്തിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ പോയിട്ട് സഹോദരങ്ങൾ തമ്മിൽ സമത്വത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ആകത്തില്ല. ഒരു അപ്പനും അമ്മയ്ക്കും പിറന്ന മക്കൾക്ക് സാമ്പത്തികമായ സമത്വമുണ്ടോ? ഇല്ല, സമത്വമില്ല. അത് വ്യത്യസ്തമായിട്ടുള്ളത്. അതിനെ നമ്മൾ എത്രയല്ല, ഇവിടെയുള്ള ഏതെല്ലാം സിസ്റ്റങ്ങൾ, ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചാലും ഇറ്റ്സ് നോട്ട് പോസിബിൾ, ആകത്തില്ല. എന്തെങ്കിലും മാറ്റങ്ങൾ അതിലുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവിടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ എന്ന് പറഞ്ഞാൽ ഉള്ളവരൊന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് അപ്പോഴത്തെ ആ സമയത്ത് ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഹാരം വേണം, കഴിക്കണം, എല്ലാവർക്കും വേണം. അതുകൊണ്ട് അറിയിക്കുന്നത് സമത്വം വേണം. അതുകൊണ്ടാണ് അന്നേരം ആ കാലത്ത് അങ്ങനെ അത് ഏർപ്പെടുത്തിയത്, അല്ലാതെ എല്ലാ കാലത്തുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ ഫാമിലി കോൺഫറൻസ് കൂടുമ്പോൾ ഇത് തത്വമാണ് ഉപയോഗിക്കുന്നത്. ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും.
അപ്പം നമ്മളൊരു കൂടി വരുമ്പോൾ അവിടെ സമത്വ ഇക്വാലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഒരു രജിസ്ട്രേഷൻ ഫീസ് വെക്കാത്തത്, വോളണ്ടറി കോൺട്രിബ്യൂഷൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരാം, നിങ്ങളുടെ ഇഷ്ടത്തിന്, അത് സമത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളത് കൊടുത്തു, ഒരു രൂപ അദ്ദേഹത്തെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സമത്വം അതാണ്, ഈക്വൽ അതാണ്. ഒരാൾ അതിൽ 10 രൂപ തന്നു, വേറൊരാൾ 100 രൂപ തന്നു. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗത്തിടുമ്പോൾ ദൈവത്തിനെ നോക്കുമ്പോൾ അതെല്ലാം ഈക്വാലിറ്റിയാണ്. ദൈവം നോക്കുമ്പോൾ അത് ഈക്വാലിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് സമത്വമായിരിക്കണം. അപ്പം അത് ഉള്ളവർ, സുവിശതയുള്ളവർ, മറ്റുള്ളവരുടെ ഒരാൾക്കില്ല, പക്ഷെ അവർ വരുമ്പോൾ ഇല്ലാത്തൊരാളെ രജിസ്ട്രേഷൻ ഫീസ് മാറ്റി നിർത്താൻ പറ്റുമോ? അവരെ ഏറ്റവും താഴ്ന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടിടാൻ പറ്റുമോ? പറ്റത്തില്ല. ആ ഒരു നിലവാരത്തിൽ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ എല്ലാ ശമ്പളം വാങ്ങിച്ചിട്ട് ഒരുമിച്ച് കൂട്ടി അത് അത് അവിടെ ഇരുന്ന് മൂപ്പന്മാർ എണ്ണി ഓരോരുത്തരും കൊടുത്തതിൻ്റെ കുടുംബത്തിന് എത്ര, അതിൻ്റെ ചിലവ് എത്ര, ഞാൻ ആലോചിച്ച് ചോദിക്കട്ടെ, അത് ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ എന്നാൽ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാലത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സമയത്തേക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ കോമൺ ആയിട്ടുള്ള ഒരു സമയത്തേക്കല്ല പറഞ്ഞത്. എത്രയും ഇത് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ ഭാഗ്യസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറയും, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. വേദസം പഠിക്കുമ്പോൾ അത് സംശയം മാറണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന മറ്റൊരു സംഭവം എടുത്ത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകൂ. ഇപ്പോൾ ഈ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. ഒരു കാലത്ത് അവർ എല്ലാം ഒരുമിച്ച് പൊതുവായിട്ട് എണ്ണിയവരായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മരണമൊക്കെ സംഭവിച്ചപ്പോൾ അതിനെ മനസ്സിലായി, ഈ സിസ്റ്റമേ തെറ്റാണ്, നടക്കത്തില്ല എന്ന് കണ്ടത് ടോട്ടലി നിന്നുപോയി. എന്നാൽ പൗലോസ് പഠിപ്പിച്ചു, ചില സന്ദർഭങ്ങളിൽ ദാരിദ്ര്യമുണ്ടാകും. ആഗോള സഭയാണ്. അപ്പോൾ മക്കതോന്യ സഭകൾക്ക് അവർ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ അവർ സന്തോഷ സമൃദ്ധി. അപ്പോൾ കൊരിന്ത്യക്കാരോട് പറയുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സുഭിക്ഷത മക്കതോന്യ സഭയ്ക്കൊരു അനുഗ്രഹമാകട്ടെ, അവർ കൊടുക്കട്ടെ. നല്ലൊരു കാഴ്ചപ്പാടാണ്. കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ എപ്പോഴും സഹായിക്കേണ്ട, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ദേവദാസൻ ആ കാലഘട്ടത്തിൽ ഇടപെട്ട് ചരിതിച്ചു കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഉള്ളിടത്ത് വാങ്ങിച്ച് ഇല്ലാത്തവിടെ കൊടുക്കുമായിരുന്നു. ആരും അറിയാതെ ചെയ്യുമായിരുന്നു. അതൊരു ശുശ്രൂഷയായിരുന്നു. അതാണ് കാഴ്ചപ്പാടുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, നേതൃത്വത്തിലുള്ളവർ ചെയ്യേണ്ട കാര്യം. അതാണ് ചെയ്യേണ്ടത്. എപ്പോഴും സമ്പന്നന്മാരായിരിക്കുന്ന സഭകളിൽ മാത്രം പോയി കളക്ഷൻ ചെയ്തുകൊണ്ട് വന്ന് അവരെന്തെങ്കിലും വലിയ വലിയ ഹോളുകൾ പണിത് കൂട്ടി കുറെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ച് ഒക്കെയല്ല ചെയ്യേണ്ടത്. കടന്നു പോകണം. ദരിദ്രം അനുഭവിക്കുന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെയും തേടിപ്പോകണം. സമ്പന്നന്മാർ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊണ്ടേ കൊടുക്കണം. ആരും അറിയാതെ കൊടുക്കണം, സഹായിക്കണം. പാപോലുമില്ലാതെ ഇരിക്കാൻ സൗകര്യമില്ലാത്ത ഹോളുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പോയി അവരെ സഹായിക്കണം. അവരുടെ സ്ഥലത്തേക്ക് ചെല്ലണം, ഉള്ളിടത്ത് പോകണം. ഞാൻ പറഞ്ഞല്ലോ, വിസിറ്റ് പോകരുതെന്നല്ല, പോകണം. പോയിട്ട് കിട്ടിയാൽ അത് ഇല്ലാത്തവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇത് പ്രസംഗിക്കുകയല്ല, അത് ജീവിതത്തിൽ അനുഭവമാക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഉള്ളവിടുന്ന് വാങ്ങണം, ഇല്ലാത്തവർക്ക് ആരും അറിയാതെ കൊടുക്കണം. കഥ പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സഭയുടെ മധ്യേ ചെയ്തത്. കാരണം എനിക്ക് നാളെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ ചോദ്യങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു പോകുന്നത്. സംശയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആരംഭ നൂറ്റാണ്ടിൽ പല കാര്യങ്ങളും ചെയ്തു വന്നത് ദൈവാത്മാവിൻ്റെ ഉപദേശമായിരുന്നത്. മനുഷ്യൻ്റെ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിന് ഇമോഷണലായിട്ടുള്ള, നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ചിന്താഗതിയിൽ നിന്ന് ഉണ്ടായ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായി ഉരുത്തിരിഞ്ഞ ചിന്തകളായിരുന്നു. ഇതിനെ പരിശുദ്ധ അടിസ്ഥാന ഉപദേശങ്ങൾ പെടുത്തിയിരുന്നില്ല. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചിന്താഗതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതൊന്നും അടിസ്ഥാന ഉപദേശങ്ങളല്ല കേട്ടോ. ചിലർ മരുന്ന് കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കണ്ട, നല്ല കാര്യം. നിങ്ങൾ മരുന്ന് കഴിക്കുന്നില്ല, കഴിക്കണ്ട. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസം, അത് അടിച്ചേൽപ്പിക്കാൻ പോകണ്ട. വേദവസ്തു ബൈബിൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നോ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കുന്ന കഥ പറഞ്ഞിട്ടില്ല. രോഗിക്ക് വൈദ്യനെ കൂടെ ആവശ്യമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീ രോഗിയാണോ, നീ വൈദ്യൻ്റെ അടുത്ത് വെക്കോണം, നീ ചികിത്സിച്ചോണം, അത് ലഭ്യമായ മരുന്ന് വാങ്ങിച്ച് കഴിച്ചോണം. അതിനെ എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ഒരാൾക്ക് വിശ്വാസം കൊണ്ട് മരുന്ന് കഴിക്കുന്നത്, നമ്മളതിനെ എതിർക്കുന്നില്ല. അത് അവരുടെ വിശ്വാസം. അതൊരിക്കലും തലമുറകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്, മറ്റാരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുന്നവരാണോ, നിങ്ങൾ ധരിച്ചു. നിങ്ങളുടെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട. നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്യുന്ന ആളാണോ, നിങ്ങൾ ചെയ്തോ.
അത് വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശമല്ല, അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിയുടെ ഉദ്ദേശമാണ്, വ്യക്തിയുടെ ഇഷ്ടമാണ്. ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രത്യേകപരമായിട്ടുള്ള കാര്യങ്ങളെ കണ്ട് പലതും സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നീട് അത് ആചാരമായി അല്ലെങ്കിൽ അനുകരണമായി മാറിയിട്ടുകൊണ്ട് അത് ആവശ്യവുമില്ല. ഞാൻ പറഞ്ഞത് അടിസ്ഥാന ഉപദേശങ്ങൾ മറിക്കരുത്, അത് മുറുകെ പിടിക്കണം. മരുന്ന് കഴിക്കുകയോ മരുന്ന് കഴിക്കാതിരിക്കുകയോ, നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുകയോ വെള്ളവസ്ത്രം ധരിക്കാതിരിക്കുകയോ, നിങ്ങൾ സ്വർണ്ണം ഇടുകയോ സ്വർണ്ണം ഇടാതിരിക്കുകയോ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയമാണ്. വേദപുസ്തകത്തിൽ നമ്മുടെ ആവശ്യമായുള്ള കാര്യം എന്താണോ നമ്മൾ ചെയ്യുക. ഞാൻ പറഞ്ഞത് ഇപ്പം സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ വേണ്ടെന്നുള്ളത്. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അതൊരു ഐഡന്റിറ്റിയാണ്. അന്ന് രഹസ്യമായിട്ടിരിക്കാൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, പരസ്യമാക്കാൻ വേണ്ടി അന്നൊരു ആവശ്യകതയാണ് അതൊക്കെ. അത് അടിസ്ഥാനപരമായ ഉപദേശത്തിൽ പെടുന്ന കാര്യമല്ല, അടിസ്ഥാന ഉപദേശത്തിൽ പെടുന്ന കാര്യമല്ല. പിന്നെ അതൊരു നല്ല സിസ്റ്റമാണ്. നമ്മൾ നല്ലതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഇപ്പോഴും നല്ലതാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് എവിടെയും പോകാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെയും പോകാം. അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യമാണ്. രാത്രിയിലൊക്കെ പോകുന്നതിന് പ്രയാസമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ്, വിലപിടിപ്പുള്ളതെല്ലാം ആണെങ്കിലാണ് പുറകെ കൂടുന്നത്. ആവശ്യമില്ല. പിന്നെ നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ തന്നിപ്പോൾ പൊന്നെ, മുത്ത്, വെള്ളി എന്നിവ നമ്മുടെ ഉള്ളിലാണ് തന്നിരിക്കുന്നത്. പുറമെ ധരിക്കേണ്ട, അകത്തുള്ളവർക്ക് അത് ധരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെളിപ്പാട് 15 വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇവൾ ധരിച്ചവളായിട്ട് നിൽക്കുന്നതാണ് പറഞ്ഞത്. പൊന്നെ, വെള്ളി, മുത്ത് ഒക്കെ ധരിച്ചു നിൽക്കുന്നവട്ടാണ് 17 അധ്യായത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പുറമേ കാണിക്കേണ്ടതില്ല, ആവശ്യമില്ല. ഞാനതേക്കുറിച്ച് എനിക്ക് ഡിബേറ്റായിട്ട് അതേക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നില്ല. അത് ഓരോരുത്തരെയും വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ ഒരു സഭയ്ക്ക് അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ സഭയുടെ നിയമത്തെ, ബൈബിൾ കോളേജിൽ പോകുന്ന ആൾക്കാർ ഇന്ന നിയമം വെക്കണമെന്ന് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ഡിഫൻസ് ചെയ്തപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അങ്ങനെയാണ്. അത് അവരുടെ നിയമമാണത്, അത് അനുഷ്ഠിച്ചേ പറ്റും. അങ്ങനെ അവിടെ പോയാൽ മതി, അല്ലാതെ പോകണ്ട. നമ്മളിതിനെ വിമർശിക്കാൻ പോകുന്നു. ചില പട്ടാളത്തിൽ പോകുന്നവന് മുടി അന്നത്തെ കാലത്ത് മുടി മുഴുവൻ മുട്ടയടിക്കണമായിരുന്നു. നീ ഒരു ഇഷ്ടപ്പെട്ട് നീ പോയാൽ മതി, അല്ലെങ്കിൽ നീ പോകണ്ട. അങ്ങനെ യൂണിഫോം ഉണ്ടെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സഭകൾക്കും അവിടെ നാട്ടിൽ നിയമം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ നീ അവിടെ പോകണ്ട. എൻ്റെ ഇഷ്ടത്തിൽ പോകും. ഞാൻ പറഞ്ഞത് അവിടെ ചിലരുടെ കാര്യങ്ങളെ നമ്മൾ കടത്തി വെട്ടാനോ ഇല്ലായ്മ ചെയ്യാനൊന്നും പോകണ്ട. അത് അവർ കടന്നു വരുന്ന അവർക്ക് ഇഷ്ടമാണ്, അത് സന്തോഷമുള്ള കാര്യമാണ്. നല്ലതാണെങ്കിൽ അത് അങ്ങനെ ചെയ്യട്ടെ. ആവശ്യമില്ലാത്തവരെ നമ്മളതിനെ നിർബന്ധിച്ചവരെ സ്വർണം ധരിപ്പിക്കുവാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. മരുന്ന് കഴിക്കാത്തവരെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കേണ്ട ആവശ്യവുമില്ല. അത് ഓരോരുത്തരുടെയും വിശ്വാസം, ഓരോരുത്തരും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ചിലരൊരു കൂട്ടമായിട്ട് അത് അനുവർത്തിച്ച് വരുന്നു, നല്ല കാര്യം. രേഖാബിനെ കുറിച്ച് അല്ല, അവിടെ ബൈബിളിൽ ഒരു കുടുംബത്തെക്കുറിച്ച്, രഗബിയാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ വീട് വെക്കത്തില്ല, മുന്തിരിത്തോട്ടം ഉണ്ടാക്കത്തില്ല, മുന്തിരി വീഞ്ഞു കുടിക്കത്തില്ല, അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ദൈവം ആ കുടുംബത്തെ വിളിച്ച് പ്രവാചകനെ വെളിപ്പെടുത്തി നോക്കാൻ പറഞ്ഞു. അവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നാണ്, വീട് വെക്കരുതെന്നാണ്. അല്ല, അവർ പ്രത്യേകം ഒരു സിസ്റ്റം അനുഗമിച്ചു വന്നു. ദൈവത്തെ ഇഷ്ടമായിരുന്നു, അവർ ചെയ്തു പോകട്ടെ. നമുക്ക്, ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബുദ്ധിപരമായിട്ട് ചെയ്യുക. പ്രയോജനമല്ലാത്ത കാര്യങ്ങളെ പാരമ്പര്യമായിട്ട് അടിച്ചേൽപ്പിച്ചു പോകാൻ ദൈവാത്മാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി. ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ തന്നെ അത് ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മളങ്ങനെ വല്ലാതെ ഒരു ഉപദേശമായിട്ട് എടുത്ത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രാരംഭ സമയങ്ങളിൽ ലവോദിക്കൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നു, പൗരോഹിത്യ ചിന്താഗതി വന്നിരുന്നു. അപ്പോൾ ആ ഒരു ചിന്താഗതിയൊക്കെ വന്നപ്പോൾ അതിനെ ദൈവം എതിർത്തിരുന്നു. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് തന്നെ മാറ്റിയിരുന്നു. പറഞ്ഞത് ന്യായോചിതമായിട്ട് ഉപയോഗിക്കണം. ഒരിക്കലും ഞാൻ കടന്നു വന്ന എൻ്റെ പാരമ്പര്യമോ എൻ്റെ പരിചയമോ ഒരിക്കലും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയോടുള്ള ബന്ധത്തെ ഞാൻ കൊണ്ടുവരാൻ പാടില്ല. എന്താണോ ദൈവം അനുശാസിക്കുന്നത് അതനുസരിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് അത്രയും പറയുന്നവരെ കാരണം സമത്വം ഉണ്ടാകണമല്ലോ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എന്നാൽ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പൗലോസ് പുനഃസ്ഥാപിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാക്കുകൾക്ക് മാറ്റം വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദുർഭിക്ഷ ഉദകരണത്തിന് ഇക്കാലം അതിൻ്റെ 8-ാം അധ്യായം 14 ഇക്കാലം നിങ്ങൾക്കുള്ള സുവിശേഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് അവിടെ ക്ഷാമമുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് കൊരിന്ത്യരെ, നിങ്ങൾക്ക് ഇപ്പോൾ സുഭിക്ഷമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ സുഭിക്ഷതയിൽ നിന്ന് കുറച്ചെടുത്ത് കഷ്ടം സഹിക്കുന്നവർ കൊടുക്ക്.
അവർക്ക് സമത്വമുണ്ടാകട്ടെ എൻ്റെ അർത്ഥം അവരും നിങ്ങളെ പോലെ ഭക്ഷിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. അതല്ലാതെ നഷ്ടപ്പെട്ടു പോയ ആ കാര്യത്തെ വീണ്ടും എടുത്ത് പൗലോസ് കൊണ്ടുവരികയല്ല ചെയ്തത്. അത് ഓരോ സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺഫറൻസ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക ഒരു വൺ ഡേ മീറ്റിങ്ങോ പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് നമ്മൾ സമത്വത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ എല്ലാവരും കൂടി കൊണ്ടുവന്ന് അത് ഉള്ളവർ അവരുടേതായ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യാമെങ്കിൽ എപ്പോഴും സ്വോത്രകാഴ്ചയെക്കുറിച്ച് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. പല പ്രാവശ്യം സ്വോത്രകാഴ്ച എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഫണ്ടില്ലെന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. തീരാൻ പോവുകയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പൈസയെക്കുറിച്ച് ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാവരും ഉത്തരവാദിത്തോടെ ചെയ്യും. അതാണ് എൻ്റെ പൗലോസ് ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെ ഈ പറയുന്ന സിസ്റ്റങ്ങളൊക്കെ വന്നപ്പോൾ അതിലൊരു കാര്യമായിരുന്നു 1 കൊരിന്ത്യർക്കെതിരെ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? അന്ന് മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏറ്റിരുന്നു. ഓരോ സമയത്ത് അവർ ആത്മാവിൽ വളരെ ചൂടുള്ള അവർ വിചാരിച്ചു, ഇപ്പം സ്നാനത്തിൻ്റെ വില അവിടെ എടുത്ത് കാണിക്കുക. സ്നാനപ്പെടാതെ എൻ്റെ പിതാവ് മരിച്ചു പോയല്ലോ, അപ്പം അവർക്ക് വേണ്ടി ഞാൻ സ്നാനപ്പെടുക. അപ്പോൾ ഇവർ ഇങ്ങനെ വലിയ ആഗ്രഹത്തോടെ വരുമ്പോൾ ആ സമയത്ത് അന്ന് അതിന് അനുവദിച്ചു കൊടുത്തിരുന്നു. അവർ സ്നാനപ്പെടുത്തിയിരുന്നു, അവർക്ക് വേണ്ടി കൊടുത്തിരുന്നു. പക്ഷേ ഇതിനെ ഒരു തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നില്ല. അതാ നൂറ്റാണ്ടിൽ തന്നെ അപ്പോൾ തന്നെ അവിടെ കൊണ്ട് തീർന്നു. പിന്നീട് അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് തുറന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനെ? മരിച്ചവർ അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ആ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വലിയ ഒരു മനോബോധം, വലിയൊരു ചിന്ത അവർക്ക് വന്നപ്പോൾ മുമ്പ് മരിച്ചുപോയ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ വിചാരിച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടി സ്നാനപ്പെടാം. സ്നാനപ്പെടാതിരുന്നാൽ നരകാഗ്നിയിൽ പോകുമല്ലോ, അതുകൊണ്ട് അവർക്ക് ജഡത്തിൽ അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തു. പക്ഷേ അത് ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ചു കൊടുത്തില്ല. അന്നേരം ആ പ്രാരംഭ സമയങ്ങളിൽ അവർ ചൂടുവെച്ച് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വത്ത് വിറ്റ് അവർ ഒരുമിച്ച്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ വായിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാവരുടെയും സ്വത്തുകളെല്ലാം വീതിച്ചാണോ അവർ ജീവിക്കുന്നത്? ആണോ? അവിടെ പ്രസ്ഥാനങ്ങളെല്ലാവരും ഒരുപോലെയാണോ? അവർ സ്വത്തൊക്കെ വിറ്റിട്ട് 1 സെന്റ് ഉള്ളവനും 10 സെന്റ് ഉള്ളവനും 5 ഏക്കറും 10 ഏക്കറുള്ളവരും ഒക്കെ ഇല്ലേ? 2 കാറുള്ളവരും 1 കാറുള്ളവരും സൈക്കിളുള്ളവരും നടന്നു പോകുന്നവരൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് പിടിക്കാൻ വരുന്നത്. അതുകൊണ്ട് വരികയാണെങ്കിൽ എല്ലാം കൂടെ വരണം, അല്ല ഏതെങ്കിലും വിഷയം എടുത്തുകൊണ്ട് വരരുത്. അപ്പോൾ അന്ന് ഇല്ലാതിരുന്ന, അന്ന് ഉണ്ടായതും എന്നാൽ പിന്നീടത് ദൈവാത്മാവ് അനുവദിക്കാത്തതുമായ ചില കാര്യങ്ങൾ, പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ പ്രാരംഭ നൂറ്റാണ്ടിൽ സഭകൾക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞിരുന്നു. അതുകൊണ്ട് അതിൻ്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി വന്നപ്പോൾ അവർ അതിൽ നിന്ന് മാറി എന്നുള്ളതാണ് ദൈവം മനഃശാസ്ത്രം. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പ്രയോജനമില്ല എന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് ആരും പറഞ്ഞു വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഇത് സ്റ്റാർട്ടിങ് ടൈമാണ്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല ന്യൂനതകളും വന്നിട്ടുണ്ട്. പക്ഷേ ആ ന്യൂനതകളെ അതെല്ലാം മാറ്റി ദൈവാത്മാവ് കൃത്യതയോടുകൂടിയാണ് ദൈവത്തിൻ്റെ സഭയെ മുമ്പോട്ട് നയിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വചനം എടുത്തു കൊണ്ടുവന്ന് ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതാണ് എന്നുള്ളത് ചില ഉദാഹരണ സഹിതം തെളിയിച്ചത് ഈ പുസ്തകത്തിൽ നിന്ന് വന്ന കൊരിന്ത്യർ 15-ാം അധ്യായം 21-ാമത്തെ വാക്യം, ദൈവമക്കളാരും വെട്ടിക്കളയണ്ട, അത് മായ്ച്ചു കളയണ്ട, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്ന് പറയണ്ട, അത് സത്യവചനം തന്നെയാണ്, അതൊന്നും നടന്നിരുന്നു. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതി വയ്ക്കുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം, അത് ഗുണകരമായ കാര്യം മാത്രം എഴുതി വെക്കുന്നതല്ല, എല്ലാം രേഖപ്പെടുത്തി. മനുഷ്യൻ്റെ അതുപോലെ ദാവീദ് തെറ്റ് ചെയ്തതായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചു. മോശം കാണിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച് എഴുതി വെച്ചു. ഇത് കണ്ടുകൊണ്ട് ഇനിയും നാളെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണോ? അല്ല. വന്ന തെറ്റിനെ, ന്യൂനതയെ ദൈവാത്മാവ് പിന്നീട് അത് മാറ്റിയതുപോലെ, വസ്തു പാകം ചെയ്യുന്നത് മാറ്റിയതുപോലെ, അങ്ങനെയുള്ള പൊതുവായിട്ടിരുന്നത് മാറ്റിയതുപോലെ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ സമത്വത്തിന് വേണ്ടി പൗലോസ് വാദിച്ചിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് കാര്യം അതൊരു കാലത്തിന് വേണ്ടിയാണ്, സമയത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞതുപോലെ ഇത് ആരംഭകാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. അതല്ലാതെ അതുകൊണ്ട് ചോദിക്കേണ്ട എന്ത് ചെയ്യും?
മരിച്ചവർക്ക് അവർ ഒരുക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഒരുക്കുന്ന എന്തിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്നാനത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമുള്ള അതിൻ്റെ വിലയെ മനസ്സിലാക്കാൻ വേണ്ടി പൗലോസ് അന്ന് നിലനിന്നിരുന്ന ഒരു വലിയൊരു കാര്യത്തെ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ദൈവസഭകളിൽ മനസ്സിലാകുന്നത്. പക്ഷെ പിന്നെ നമ്മൾ എന്തിനാണ് കുട്ടികളെ നമ്മൾ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദ്യമുണ്ടാകും. ഒക്കെ നിങ്ങൾ സ്നാനം ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങളെ എന്തിനാണ് ഞങ്ങൾ പിന്നീട് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്? അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം അത് പ്രയോജനമുള്ളതാണ്. ഒരു കുഞ്ഞിനെ ദൈവസേനയിൽ സമർപ്പിച്ച് അത് ജനിക്കുമ്പോൾ തന്നെ ദൈവമക്കളെല്ലാം കൂടെ കൂടി വന്ന് അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രയോജനമുണ്ട്. അത് വളരാനുള്ളതാണ്, ജീവിക്കാനുള്ളത്. അപ്പം ദൈവസേനയിൽ സമർപ്പിക്കുക, എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അതിന് പ്രയോജനമുണ്ട്. വളരാൻ, പിന്നീട് ജീവിക്കാനുള്ളതാണ്. എന്നാൽ മരിച്ചുപോയ ഒരാൾ, അവർക്ക് വേണ്ടി പിന്നീട് നമ്മൾ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും അവർക്ക് പിന്നീട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്. മനസ്സിലായല്ലോ? ശിശുക്കളെ എന്തിനു വേണ്ടിയാണ് പ്രതിഷ്ഠിക്കുന്നത് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. അത് ഇനി ആ കുഞ്ഞ് ജീവിച്ച് വളർന്നു വരുമ്പോൾ ദൈവകരങ്ങളായിത്തീരാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് വളരാനുള്ളതാണ്. വളർന്നു വരട്ടെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അതിനുവേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ തടയരുത്. ഇങ്ങനെയുള്ളവരല്ലെന്ന് പറഞ്ഞാൽ ദൈവരെ അനുഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെറ്റല്ല. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. കാരണം ഏതു കാര്യത്തിനും മറുചോദ്യമുണ്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായ കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവസഭ അനുഷ്ഠിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ന്യായമുള്ളതാണ്, വചനാടിസ്ഥാനത്തിലുള്ളതാണെന്നുള്ള തെറ്റില്ല. അത് ന്യായമായിട്ടുള്ളത് തന്നെയാണ്. ഇത്ര ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു കാര്യഗൗരവത ഉണ്ടാണ്. മരിച്ചുപോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും പ്രയോജനമില്ല, സ്നാനപ്പെട്ടാലും പ്രയോജനമില്ല, അവിടെ യാതൊരു പ്രയോജനമില്ല. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രയോജനമൊന്നുമില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് വേണ്ടി അതിനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്ത് എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിച്ചാൽ അത് പ്രയോജനമുണ്ട്. വളർന്നു വരുമ്പോൾ ദൈവം അതിനെ കരുതാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഉത്തരമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നതും. അപ്പം ഇങ്ങനെയുള്ള ചോദ്യം ഇപ്പം നമുക്ക് ഉത്തരം മുട്ടിപ്പോകുവാനൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്താണോ വ്യക്തിപരമായിട്ട്, ഞാനിപ്പോൾ രാവിലെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാന്നിരിക്കട്ടെ, നിങ്ങൾ രാത്രി മുഴുവൻ എഴുന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ 12 മണി വരെ പ്രാർത്ഥിക്കുന്ന ആളാന്നിരിക്കട്ടെ, നിങ്ങൾ ജോലി വന്ന് കിടന്നുറങ്ങുന്ന കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് 3:30 എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവരോടെ കിടന്നുറങ്ങട്ടെ. വീട്ടിൽ കാണുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകരുത്. ആരാധനയ്ക്ക് പോകാൻ സൗകര്യമുള്ളവരെല്ലാവരും പോകണം. രാവിലത്തെ പോലെ പ്രഭാത പ്രാർത്ഥന നടത്തി 5 മണിക്ക് പ്രാർത്ഥന നടത്തി ഇപ്പോൾ എല്ലാവരും കുത്തിപ്പിക്ക് രാവിലെ 5 മണിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയമല്ല ഇപ്പോൾ. ഞാൻ പ്രാർത്ഥനയ്ക്ക് എതിരായിട്ടൊന്നല്ല പറയുന്നത്. സിസ്റ്റം മാറി, സമയം മാറി. പണ്ടെല്ലാവരും ഒരുമിച്ച് താമസിച്ച് വരുമ്പോൾ, ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് എഴുന്നേക്കണം, ഒരുമിച്ച് കിടക്കണം, അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പല ഷിഫ്റ്റാ, പല ഡ്യൂട്ടിയാ. വൈകിട്ട് ഒരാൾ 10, 12, 1 മണിക്ക് വന്ന് കിടന്നുറങ്ങുക. പ്രിയപ്പെടുവാനെ 5 മണിക്ക് കുത്തിപ്പൊക്കാൻ പറ്റുമോ? രാവിലെ ഒരാൾക്ക് 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ സിസ്റ്റം മാറിയതുകൊണ്ട് പണ്ട് ചെയ്തതെന്ന പോലെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കരുത്. പിന്നെ ചിലർക്കൊക്കെ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം, നടക്കും, കയ്യടി കിട്ടും, ഭയങ്കര കാര്യം. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യത്തോടെ വേണം, ഏത് കാര്യത്തെയും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ വേണം മനസ്സിലാക്കാനായിട്ട്. അതല്ലാതെ വിമർശിക്കാൻ പാടില്ല. ജോലി കഴിഞ്ഞ് വന്ന രാവിലെ 5 മണിക്ക് പ്രാർത്ഥിച്ചില്ല എന്നതിൻ്റെ പേരിൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഇന്നത്തെ സിസ്റ്റം മാറി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിശ്വാസം എനിക്കുള്ളതാണ്. അത് ഞാൻ മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ദിവസം ഉപവസിക്കുന്നതിനോട് മറ്റൊരാൾ ഒരു ദിവസം ഉപവസിക്കണമെന്നില്ല. അത് ഓരോരുത്തർക്കുള്ളതാണ്. ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ചെയ്യണം എന്നുള്ളത്. പിന്നെ പൊതുവായ സഭായോഗം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭായോഗം ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അതല്ലാതെ എല്ലാവരും കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തണമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കും അദ്ദേഹം പറയുന്നത് കുടുംബ പ്രാർത്ഥനയ്ക്കെല്ലാം എതിരായ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഏറ്റവും നല്ല കാര്യമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത്, ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് പോകുന്നത്, എല്ലാം നല്ലതാണ്. പക്ഷേ ജോലിയുള്ള ഒരാൾക്ക് ഞായറാഴ്ച പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ അത് തെറ്റൊന്നുമല്ല. മനഃപൂർവ്വമായിട്ട് നാം ഉപേക്ഷിക്കരുത്. മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ് പാപം.
എന്നാൽ നമ്മുടെ ജോലിയുടെ കാര്യത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ഇപ്പം ഞായറാഴ്ച യാത്ര ചെയ്യേണ്ടി വന്നാൽ യാത്ര ചെയ്യാതിരിക്കാൻ പറ്റുമോ, പോകാതിരിക്കാൻ പറ്റുമോ, പോകണം. ഞാൻ പറഞ്ഞത് എല്ലാ ആവശ്യം ദൈവസന്നിധി ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ ആണ് നോക്കുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കിയൊക്കെ വിധിക്കും, പലതും പറയും, അതവൻ ചെയ്തോട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 10, 20, 30 വർഷം മുമ്പൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളൊക്കെ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ചെറുപ്പത്തിലൊക്കെയുള്ള കുടുംബ പ്രാർത്ഥന, രാത്രി സന്ധ്യാപ്രാർത്ഥന നടത്തുമായിരുന്നു. പക്ഷേ ഇപ്പം വന്ന് പോയിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്താനായിട്ട് വീട്ടിൽ കൊച്ചുങ്ങളില്ലല്ലോ. ആകൊണ്ട് രണ്ടുപേരും അവരെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പറഞ്ഞു വിടും, 2 രാജ്യത്ത് പറഞ്ഞു വിടും. പിന്നെ ഉള്ളത് അപ്പനും അമ്മയാണ്. നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുടുംബ പ്രാർത്ഥന നടത്താൻ വേണ്ടി പറ്റുമോ? അവര് 12 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ കിടന്നുറങ്ങും, അവർ എഴുന്നേൽക്കുകയുള്ളൂ. പണ്ട് നടന്നിരുന്നു, അപ്പം അത് പ്രാവർത്തികമല്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും അല്ല വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണം. ദൈവത്തിന് കണക്ക് ബോധിപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള. അപ്പോൾ ശിശുവായിട്ട് ലോകത്തിൽ ജനിച്ച് മരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി അവൻ്റെ അപ്പനും അമ്മയും അല്ല അതിന് കാരണക്കാരൻ. അവരെ ന്യായീകരിക്കുന്നത് ഒരു വിശുദ്ധനും വിശുദ്ധമതിക്കും ജനിച്ച ഒരു കുഞ്ഞ് മാത്രം സ്വർഗത്തിലേക്ക് പോകുന്ന അല്ല, അവരുടെ മാത്രം നിത്യജീവനിലേക്ക് പോകുന്നതല്ല വചനം പറയുന്നത്. സകല മനുഷ്യരും ഒരുപോലെയാ ദൈവത്തിന്. ജനനത്തിൽ ഒരു വ്യത്യാസവുമില്ല. അത് വിശ്വാസിയുടെ കുഞ്ഞാണെങ്കിലും അവിശ്വാസിയുടെ കുഞ്ഞാണെങ്കിലും, അതേത് മതത്തിൽപ്പെട്ട കുഞ്ഞാണെങ്കിലും, അതാരുടെ കുഞ്ഞാണെങ്കിലും, രാത്രി ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, സകല കുഞ്ഞുങ്ങളുടെയും പേരുകൾ, ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരുടെയും പേരുകൾ ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. എന്നാൽ പാപം മുഖാന്തരമാണ് ആ ജീവപുസ്തക പേര് മായ്ക്കപ്പെട്ടത്. മടങ്ങി നാം ശിശുക്കളെ പോലെ വന്നപ്പോൾ പേര് പ്രത്യക്ഷപ്പെട്ടു, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ വന്നു. അവിടുന്ന് നമുക്ക് ഹയർ റിലംസിലേക്ക്, ആ ഉയർച്ചയിലേക്ക് പോകാനുള്ള വഴികൾ പരിശുദ്ധാത്മാവ് തന്നിട്ട് ആ ചവിട്ടുപടികൾ കയറി നാം തികവിലേക്ക് എത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചപ്പോൾ പുരാതന ലോകത്തിൽ 2 ചവിട്ടുപടികൾ മാത്രമാണ് ദൈവം മനുഷ്യവംശത്തിന് കൊടുത്തിരുന്നത്. ഒന്ന്, ശിശുക്കളും അവരെ പോലുള്ള സകല മനുഷ്യർക്കും, അതാരുമാകട്ടെ, അവർക്കെല്ലാം നിത്യജീവന് ഓഹരിക്കാരായിരുന്നു. മരിച്ചുപോയ സകല നിത്യയോഗ്യതയുള്ള പ്രിയപ്പെട്ടവരും അവർ മരണാനന്തരം എത്തിച്ചേർന്നത് മീതെയുള്ള പാതാളത്തിലേക്കായിരുന്നു. എന്നാൽ ഹാബേൽ ഒന്നാമതായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആത്മാവ് പോയതും ഭൂമിയുടെ അധോഭാഗത്തേക്കായിരുന്നു, മീതെയുള്ള പാതാളത്തിലേക്ക്. പക്ഷേ അദ്ദേഹം ആ വ്യത്യസ്തനായ, ഏറ്റവും അന്നത്തെ കാലത്ത് നല്ലൊരു പുനരുത്ഥാനത്തിന് യോഗ്യനായ വ്യക്തിയായിരുന്നു ഈ ഹാബേൽ. മറ്റുള്ള ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എബ്രായർക്കെഴുതിയ 15-35-38 വായിക്കുമ്പോൾ നല്ലൊരു പുനരുത്ഥാനത്തെ, നല്ലൊരു ഭാവിയെ കണ്ടുകൊണ്ട് ദൈവശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാന നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോലുള്ള, അബ്രഹാമിനെ പോലുള്ള കാഴ്ചപ്പാടുള്ളവര്, അവര് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടത് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, അവരെ കഷ്ടസഹിച്ചു, ഇറങ്ങിപ്പോന്നു. പോകേണ്ട സ്ഥലങ്ങളൊക്കെ ദൈവരെ കൊണ്ടുപോയി കഷ്ടം സഹിച്ച് യാത്ര ചെയ്തവർക്ക് മുമ്പിൽ ഒരു പ്രത്യാശ എന്നാൽ അതിന് വ്യത്യസ്തമായിരുന്നു നിത്യം യോഗ്യതയായിട്ടുള്ള ശിശുക്കളെ പോലുള്ളവർക്ക്. അവർക്ക് അതിനുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഴയ നിയമത്തിൽ 2 നിലവാരങ്ങളുള്ള ആത്മാക്കളാണ് മരണാനന്തരം ഭൂമിയിൽ നിന്ന് വിശുദ്ധമായുള്ള ബന്ധത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നത്. ആകെ 4 നിലവാരങ്ങളുള്ള ആത്മാക്കളാണ് ലോകാരംഭത്തിൽ മനുഷ്യൻ മരണം തുടങ്ങുന്ന മുതൽ ക്രിസ്തുയേശുവിന്റെ മരണം വരെയുള്ള സമയത്ത് 4 നിലവാരങ്ങളിലുള്ള മനുഷ്യ ആത്മാക്കളാണ് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തത് നീതിമാന്മാരായിട്ടുള്ള, ജീവിതത്തിൽ പേരെഴുതാൻ ഉള്ള, മായ്ക്കപ്പെടാത്ത അതുപോലുള്ള ജീവിതങ്ങളായിട്ടുള്ള ശിശുക്കളെ പോലുള്ളവർക്ക് നിത്യയോഗ്യത, ജീവിതത്തിൽ പേരുള്ള എല്ലാവരും ഒരു നിരയിൽപ്പെട്ടവരായിരുന്നു. അവര് മീതിയുള്ള പാതാളത്തിലേക്കാണ് അവരുടെ ആത്മാക്കൾ ഇറങ്ങിപ്പോയത്. രണ്ടാമത്, ഹാബേലിനെ പോലെ അന്നത്തെ നിലവാരത്തിൽ നല്ലൊരു പുനരുത്ഥാനത്തിന് യോഗ്യത നേടാൻ വേണ്ടി ജീവൻ ഹോമിക്കപ്പെട്ടവർ, കഷ്ടം സഹിച്ചവർ, ഇറങ്ങിത്തിരിച്ചവർ, കത്താൻ വേണ്ടി പോയവർ, അവർക്ക് ലഭിച്ചിരുന്നത് പ്രത്യേകമായിരിക്കുന്ന ഒരു നിലവാരമായിരുന്നു. തേജസ്സിന് വ്യത്യാസമുണ്ട്.
അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ പറയുമ്പോൾ നിത്യജീവൻ യോഗ്യതയുള്ളവർക്ക് ഭൗമിക തേജസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഞാനിത് കൂടെ പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഭൗമിക തേജസ് എന്ന് പറഞ്ഞാൽ ഈ ആകാശവും ഭൂമിയും കത്തി കഴിയുന്നവരെ അവര് പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. അവര് മീതെയുള്ള പാതാളത്തിലായിരുന്നു. കർത്താവ് അവിടെ ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിച്ചവരെ ഉദ്ധരിച്ചപ്പോൾ അവരെ കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥലമാണ് സമുദ്രം എന്നുള്ള മരണാന്തര നിര. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുടെ ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടികളും. അവിടെ മീതെയുള്ള പാതാളം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഇപ്പം അല്ലാത്തതിൻ്റെ കാരണം പഴയ നിയമത്തോടുകൂടി കർത്താവിൻ്റെ മരണത്തോടുകൂടി അത് ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് നമുക്ക് മനസ്സിലായി. അബ്രഹാമിനെ പോലുള്ള യോഗ്യതയുള്ളവർ. അവർ അബ്രഹാമിന് മടിയപ്പോൾ വിശ്വാസ പിതാവായ അബ്രഹാമിനുള്ള ബന്ധത്തിൽ അതിന് മുമ്പ് പോയവരെയും അതിന് ശേഷം പോയവരെയും എല്ലാം കൂടെ വെളിപ്പെടുത്തിയതാണ് അബ്രഹാമിൻ്റെ മടിയിലിരിപ്പാൻ യോഗ്യത പ്രാപിച്ച പഴയ വിശുദ്ധന്മാർ എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗത്തെ മനസ്സിലാക്കി. ഇസ്ഹാക്കിനെയും ഇസ്മായിലും നമുക്കറിയാൻ സാധിക്കുന്ന അബ്രഹാമിൻ്റെ മക്കളാണ് ഇസ്ഹാക്കും ഇസ്മായിലും. അതുകൂടാതെ തന്നെ കെതൂറ എന്ന സ്ത്രീയിൽ അബ്രഹാം 5 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അബ്രഹാമിൻ്റെ മക്കൾ. പക്ഷെ എന്നാൽ വാഗ്ദത്ത സന്തതിയായിട്ട് നമുക്കറിയാം ഇസ്ഹാക്കാണ്. അപ്പം അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനം 4:20-30 പറഞ്ഞുകൊണ്ട് അബ്രഹാം 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസ്യ പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദാസിയെ മകനെ പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്ര മകനോടുകൂടെ അവകാശിയാകുകയില്ല. അപ്പോൾ അബ്രഹാം 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. വേറെ പുത്രന്മാർ ഉണ്ടായ പക്ഷേ 2 പേരെ എടുത്ത് തെളിയിച്ചിട്ട് 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകുകയില്ല. അപ്പൊ ജീവിതത്തിൽ 2 വ്യത്യസ്ത നിലവാരങ്ങളിൽ ആയിരുന്നു ഇസ്മായിലും ഇസ്ഹാക്കും, അഥവാ ഇസ്ഹാക്കും ഇസ്മായിലും. മരണാനന്തരം 2 വ്യത്യസ്ത നിലവാരങ്ങളില്ല. പക്ഷെ ഇവർ 2 പേരും ചേർന്നത് മരിച്ചുപോയതിന് മുമ്പുള്ള പിതാക്കന്മാരോട് ചേരുകയാണ് ചെയ്തത്. രേഖപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ ജനത്തോട് ചേർന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 35-28 വാക്യങ്ങളിൽ ഇസ്ഹാക്ക് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ ഇസ്മായേലും പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-17 വാക്യം. ഇവർ 2 പേരും തൻ്റെ ജനത്തോട് ചേർന്നു. തൻ്റെ ജനത്തോട് എന്ന് പറഞ്ഞാൽ ഏത് നിരയിലാണോ ആ നിരയോട് ചേർന്നു. അപ്പൊ ഇസ്ഹാക്ക് മരിച്ചപ്പോൾ വാഗ്ദത്തസന്തതിയായുണ്ട് അവൻ അബ്രഹാമിനോടുള്ള അബ്രഹാമിന്റെ മടിയിലിരിപ്പാനുള്ള യോഗ്യതയുള്ള നിലയിലേക്കാണ് ചേർന്നത്. എന്നാൽ ഇസ്മായേലിന് ആ നിലവാരത്തിൽ അല്ലായിരുന്നു. പക്ഷേ അവൻ ചെന്ന് ചേർന്നത് മീതിയുള്ള പാതാളത്തിൽ നിത്യജീവൻ യോഗ്യതയുള്ളവരുടെ കൂട്ടത്തിലാണ് എത്തിച്ചേർന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു പോയത് ഇസ്മായിൽ ഇസ്ഹാക്കിനെ എടുത്ത് പഠിക്കാൻ സാധിക്കുന്നത് തൻ്റെ ജനത്തോട് ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിൽ അവർ വ്യത്യസ്തമായിരിക്കുന്ന 2 നിലവാരത്തിലായിരുന്നു. മരണാനന്തരവും 2 വ്യത്യസ്തമായ നിലവാരം. അപ്പോൾ ആരൊക്കെ എനിക്ക് ഇസ്മായിലിനെ അബ്രഹാമിനെ മടിയിരിക്കാൻ യോഗ്യത കൊണ്ട് ആരെങ്കിലും തെളിയിച്ചാൽ എനിക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. അങ്ങനെ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ സന്തോഷം. പക്ഷെ അവിടെ വ്യത്യസ്തമായിരിക്കുന്ന നിലവാരങ്ങളുണ്ട്. അബ്രഹാമിനെ മടിയിരിക്കാൻ യോഗ്യതയുള്ളവരും യോഗ്യത ഇല്ലാത്തവരുണ്ട്. ഇനിയും ശിശുക്കളായിട്ടുള്ളവർക്ക് അബ്രഹാമിന്റെ അതേ പദവി ലഭിക്കത്തില്ലല്ലോ. അവർ നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവർക്ക് ശിക്ഷാവിധിയുടെ ന്യായവിധിയോ അല്ലെങ്കിൽ പ്രതിഫലമൊന്നുമില്ല. ദൈവം അവരുടെ ശരീരത്തിരുന്നപ്പോൾ അവരെ ശരീരത്തിൽ തെറ്റോ ശരിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ദൈവരെ നീതീകരിച്ച് നീതിമാന്മാരായി കണക്കാക്കി പുതുവാന ഭൂമിയിൽ തേജസ്സിന്റെ ഭൗമിക തേജസ്സോടുകൂടി ദൂതതുല്യരായി പുതുവാന ഭൂമിയിൽ പ്രവേശിക്കാം എന്നുള്ള ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്, ദൈവം കൊടുത്തിരിക്കുന്ന ദാനമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. അതിനെ നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവം ഇഷ്ടം. ഇനി ആരൊക്കെയാണ് അബ്രഹാമിന് മടിയിരിക്കാനുള്ള അന്നത്തെ ശ്രേഷ്ഠന്മാരെന്നുള്ളത് ഞാൻ ഇസ്ഹാക്കിനെ ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്മായിൽ അതിന് യോഗ്യനല്ലെന്നോ അല്ലെങ്കിൽ ഇസ്മായിലും അബ്രഹാം മടിയിലിരിക്കാൻ യോഗ്യനാണെന്നോ ആരെങ്കിലും തെളിയിച്ചാൽ എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അത് ദൈവ തീരുമാനം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം കൃത്യമായിട്ട് ഇസ്മായിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് വാഗ്ദത്തസന്തതിയായിരുന്നു ഇസ്ഹാക്ക്, മറ്റവൻ ഇസ്മായിൽ അടിമ ആയിരിക്കുന്ന ദാസിയുടെ അതിപ്പോൾ പുറത്താക്കി കളഞ്ഞു. അപ്പോൾ ആ മരണത്തിന് ശേഷമായിട്ട് ആ 2 വ്യത്യസ്തമായ നിലവാരം. പക്ഷേ ഭാവിയല്ലായിരുന്നു. അവൻ തന്നെ ജനത്തോട് ചേർന്നു, നിത്യജീവൻ യോഗ്യതയുണ്ടെന്നാണ് പറയും. ഇനി നാളെ ഇതിനാരെങ്കിലും തർക്കിച്ചു വന്നിട്ട് ഇസ്മായിലിനെ എന്തുകൊണ്ട്
അബ്രഹാം മടിയിൽ ഇരുത്തിയില്ല, അത് അന്യായമല്ലേ നബി ചോദിച്ചതെന്ന് എനിക്ക് ഉത്തരവില്ല. ഞാനത് പറയത്തില്ല. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ആരെ മടിയിലിരുത്തണം, ആർക്ക് മടിയിലിരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ഏതായാലും രണ്ട് നിരയുണ്ടല്ലോ. അബ്രഹാമിൻ്റെ അതേ നിലവാരത്തിൽ അത് അവനോടുകൂടെ ചേരുവാനുള്ള യോഗ്യതയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഹാബേൽ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. ഹാബേലിനെ അബ്രഹാമിന്റെ മടിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അബ്രഹാമിനുള്ള ബന്ധത്തിൽ ഈ മരണാനന്തരയെ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ട അഥവാ തേജസ്സിന്റെ അന്നത്തെ ശ്രേഷ്ഠമേറിയ നിലവാരം പ്രാപിപ്പാൻ കഴിവുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു പുനരുത്ഥാനത്തിന് വേണ്ടി കർഷം സഹിച്ചവർ വ്യത്യസ്തമായിരുന്നു. ശിശുക്കളായിട്ടുള്ള ഇതിൽ അബ്രഹാമും ജനിച്ചു വീണ ഒരു കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതിന് സംശയമില്ലെങ്കിൽ രണ്ട് നിരകളുണ്ടെന്നുള്ളത് നമുക്ക് വാസ്തവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ശിശുക്കളെ പോലുള്ളവർക്ക് നിത്യം യോഗ്യരാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലോ മതത്തിലോ കുലത്തിലോ പെട്ടാലും അതിനെ ദൈവം നോക്കുന്നില്ല. ജീവവസ്തുക്കളുള്ള എല്ലാവരും നിത്യയോഗ്യര. അതിൻ്റെ പേരെഴുതണമോ അതിനെ നീക്കണമോ നിലനിർത്തണമോ എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, സർവശക്തനായ ദൈവം തീരുമാനിക്കുന്നത്. പക്ഷേ ശിശുക്കളായിട്ടുള്ളവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അവരെ ദൈവം തള്ളിക്കളയത്തില്ല. അവർ ഗുണമോ തെറ്റോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവർ അങ്ങനെ ആ നിലവാരത്തിൽ അകാലത്തിലെ പൊലിഞ്ഞു പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവരും അവരെ പോലുള്ളവർക്കും നിത്യയോഗ്യതയുള്ളവരായി തീരും എന്നുള്ളതിന് സംശയം ഏതുമില്ല. ഇത് വിശ്വാസയോഗ്യമാണ് എന്ന് ഞാൻ പ്രത്യേകം ഉറപ്പിച്ചും പറയുന്നു. അതുപോലെ അബ്രഹാമിനെ പോലുള്ളവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന തേജസ്സിന്റെ ഗണമുള്ളവരാണെന്നും അവര് ഉന്നതമായിരിക്കുന്ന നിലവാരത്തിലുള്ളവരാണെന്നുള്ളതിന് സംശയമില്ല. ഹാബേൽ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, അങ്ങനെ വിശ്വാസ പട്ടിക പറഞ്ഞിരിക്കുന്ന 11-ാം അധ്യായം നമ്മളെടുത്ത് പഠിച്ച അനവധി വിശ്വാസവീരന്മാരുടെ പട്ടിക പഠിച്ചിരുന്നു. വിശ്വാസമതികളെ കുറിച്ച് പഠിച്ചിരുന്നു. അവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ശ്രേഷ്ഠമേറിയ നിലവാരത്തിൽ യോഗ്യരായവരായിരുന്നു. അവര് അബ്രഹാമിന്റെ ബന്ധത്തിൽ അബ്രഹാമിനെ മടിയിരിക്കാൻ യോഗ്യതയുള്ളവരാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന പദവി വ്യത്യസ്തമാണ് എന്നുള്ളത് നാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് മരിച്ചു പോയിക്കൊണ്ടിരുന്നവർ വിശുദ്ധന്മാർ രണ്ട് നിലകളുണ്ടായിരുന്നു. ഒന്ന് നിത്യജീവന യോഗ്യതയുള്ളവരായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ നിത്യജീവന യോഗ്യതയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന അബ്രഹാമിനെ പോലുള്ള വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന നക്ഷത്ര തേജസ് പ്രാപിപ്പാൻ യോഗ്യതയുള്ളവരുമുണ്ട്. ഒന്ന് ഭൗമിക തേജസ് പ്രാപിപ്പാൻ യോഗ്യതയുള്ളവരാണ് നിത്യജീവന യോഗ്യതയുള്ളവർ. അവർ ബുധവാന ഭൂമിയിൽ അവരുടെ ദൂതതുല്യരായിട്ടുള്ള മനുഷ്യരായിരിക്കും. അതിനകത്ത് ദൈവം അവർക്ക് നിത്യജീവനായി കൊടുത്തി അവർ ഒടുക്കത്തെ നാളിലായിരിക്കും പുനരുത്ഥാനം പ്രാപിക്കുന്നുള്ളത്. നമ്മൾ പിന്നീട് പുനരുത്ഥാനത്തോട് പഠിക്കും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സംശയം കൂടുതലായിരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ നിലവാരത്തിൽപ്പെടാണ് അബ്രഹാമിനെ പോലുള്ളവർ. അവര് യെരുശലേമിനോടുള്ള ബന്ധത്തിൽപ്പെടാനുള്ളവരാണ്. അപ്പം അവര് അവരുടെ പുനരുത്ഥാനം മുമ്പ് നടക്കും. അവരുടെ പുനരുത്ഥാനത്തിലുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. രണ്ട് സാക്ഷിയുടെ ബന്ധത്തിലാണ് അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സാണെന്നുള്ളതും വചനപരമായിട്ട് നാം തെളിയിച്ച കാര്യമാണ്. പാപികളുടെ ബന്ധത്തിൽ രണ്ട് ഗണത്തിൽപ്പെടുന്നവരാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു 4 നിരകളിൽ പെടുന്നവരാണ് മരണാനന്തര ആത്മാക്കളുടെ ബന്ധത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 2 വിശുദ്ധമായ നിരകളെ കുറിച്ച് മനസ്സിലായി. നിത്യം യോഗ്യതയുള്ളവർ, 2 അബ്രഹാമിനെ മടിയിരിക്കാൻ യോഗ്യതയായ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അവരെ നമ്മൾ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായവരുടെ മരണാനന്തര എന്നാണ് പറയുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വചനഭാഗങ്ങൾ നമുക്കുണ്ട്. ഭാവികളുടെ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഭാവികളായിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർ യാത്രാസ്ഥലത്തേക്ക് പോകും. അതിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ലൂക്കോസ് സുവിശേഷ പരാതികൾ പഠിച്ചത്. പാപം ചെയ്തവരാ, അവർ യാതനാസ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ കഠിനപാപം ചെയ്തിട്ടുള്ളവരെ അവരെ ദൈവം തള്ളിക്കളയുന്നത് നരകത്തിലേക്കാണ് തള്ളിക്കളയുന്നത്. പാപം ചെയ്യുന്നവരെ ദൈവം അഥവാ പാതാളമാണ് യാതനാസ്ഥലത്തേക്ക് തള്ളിക്കളയുന്നു. തുല്യരായി പാപം ചെയ്തവർ, അറിഞ്ഞിട്ടും പാപം ചെയ്തവർ, മനഃപൂർവ്വമായി പാപം ചെയ്തവർ, മനഃപൂർവ്വമായി പാപം ചെയ്ത, ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്ത അവന് വീണ്ടെടുപ്പില്ല. അവൻ തള്ളപ്പെട്ടവനായിപ്പോയി. ശാപയോഗ്യനായി ദൈവം അവനെ ആട്ടിക്കളഞ്ഞു. മടങ്ങി വരവൻ സാധ്യത കൊടുത്തില്ല. അവൻ എത്തിച്ചേർന്നത് നരകത്തിലേക്കാണ് അവൻ എത്തിച്ചേരാൻ ഇടയാത്തുള്ളത്. അതുകൊണ്ട് 4 നരകളെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്ന നീതിമാന്മാരായിട്ടുള്ളവരെയും പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെയും ആണ് കർത്താവ് മരണത്തിന്റെ സമയത്ത്
അവൻ്റെ ജീവൻ അവിടെ ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ അവിടുന്ന് ഉദ്ധരിച്ചുകൊണ്ട് കരയേറി. അവൻ അവിടെ കിടന്നില്ല, ദൈവനെ വിട്ടുകളഞ്ഞില്ല. മരണത്തിനോ പാതാളത്തിനോ യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. മരണം അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇറങ്ങിപ്പോയ, ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോയ അബ്രഹാമിന് അവിടുന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് വെളി വരാൻ കഴിഞ്ഞില്ല. ഹാബേലിന് കഴിഞ്ഞില്ല, ദാവീദിന് കഴിഞ്ഞില്ല, മറ്റാർക്കും തന്നെ അതിന്ന് രക്ഷപ്പെട്ട് വെളി വരാൻ കഴിഞ്ഞില്ല. അവരൊക്കെ മീതെയുള്ള പാതാളത്തിൽ ബദ്ധന്മാരായിരുന്നു. എന്നാൽ യേശു കർത്താവിന് മാത്രമേ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. പാതാള മരണത്തിന്റെ ശക്തികളെ ജയിച്ചുകൊണ്ട് യേശു പറഞ്ഞു, പാതാളത്തിന്റെയും മരണത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുനരുത്ഥാനം ചെയ്തു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആ നസ്രയനാൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യനും മരണത്തിന്റെ ബന്ധനത്തിലായിരുന്നു. നിങ്ങൾ മരണത്തിന്റെ ബന്ധനത്തിലായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞാട് അഴിച്ചതുകൊണ്ടാ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയതുകൊണ്ടാ നാം സാക്ഷാൽ സ്വതന്ത്രരായിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വ്യത്യാസം അതാ. പഴയ നിയമത്തിൽ അവർക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. കാരണം ആടുകളുടെയും കാളകളുടെയും രക്തങ്ങൾക്കോ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് മരണത്തിന്റെയോ നരകത്തിന്റെയോ ശക്തികൾക്ക് നമ്മളെ ബന്ധിക്കാൻ കഴിയാതിരിക്കുന്നത്. ഇന്ന് ഈ ലോകം വിട്ടാൽ വിശുദ്ധന്മാർ അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നിരയിലേക്ക് കടന്നു പോകും. ഒന്നെങ്കിൽ നിത്യജീവനാണെങ്കിൽ അത് സമുദ്രത്തിലേക്ക് കടന്നു പോകും. പാതാളത്തിലേക്ക് പോകണ്ട, മീതെയുള്ള പാതാളത്തിലേക്ക് പോകണ്ട. നീതിമാന്മാരായിട്ടുള്ളവരെ ദൈവം പാതാളത്തിന്റെയും മരണത്തിന് താക്കോൽ യേശു വാങ്ങി. കാരണം അവിടേക്ക് പാപത്തിന് അടിമകളായി തീർന്ന മനുഷ്യൻ പോകേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ദൈവം റിലീസ് ചെയ്തുകൊണ്ടാണ് നാം പാതാള മരണത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടത്. അഥവാ നരകത്തിനോ പാതാളത്തിനോ പോകേണ്ടവരായിരുന്നു നമ്മെ കർത്താവ് റിലീസ് ചെയ്തിട്ട് അവിടെ പോകേണ്ടവരെ അവിടേക്ക് ദൈവം വിട്ടോളും. എന്നാൽ നമ്മളെ ബാധിക്കാവുന്ന ഈ ശക്തിയെ നമ്മളെ സ്വതന്ത്രമാക്കി നമുക്ക് മീതെയുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് പോകാൻ പുതിയ നിയമത്തിലെയും വഴി ഒരുക്കി. അതാണ് ക്രിസ്തുയേശു അവന്റെ യാത്ര ചെയ്ത് താഴേക്ക് പോയി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വളരെ വിശാലമായി ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കപ്പെടുന്നത് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും ഇത് പൈശാചിക പഠനമാണെന്ന് അതിൻ്റെ അകത്ത് കമൻ്റ് ഇടുന്നതുകൊണ്ടുമാണ് രാത്രി ഞാൻ ഇതേക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കമൻറ്റ് നോക്കാം. അത് നിങ്ങളാരും അതിനെ നോക്കുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അത് രേഖപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പൈശാചിക ഉപദേശമല്ല, ദൈവിക ഉപദേശമാണിത്. പഠിപ്പിക്കേണ്ട ഉപദേശം എനിക്ക് ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഞാനതെല്ലാം വായിച്ചു ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം എനിക്കത് വിചാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ പഠിപ്പിക്കുന്നത്. മനസ്സിലാക്കി തരുന്നത് പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും പൈശാചികമായിട്ടുള്ള ഉപദേശമല്ല, ക്രിസ്തുവിൻ്റെ സത്യോപദേശമാണ്. യേശു ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചതിന് ശേഷമായി പാതാളത്തിൽ അവിടെ നമ്മൾ നീതിമാന്മാരായിരുന്നെങ്കിലും അവിടെ ആശ്വസിച്ചിരിക്കണമായിരുന്നു. വെളിവരാൻ കഴിയത്തിരുന്നാൽ പുത്രൻ സ്വതന്ത്രമാക്കിയത് കൊണ്ടാണ് പുതിയ നിയമത്തിൽ നിത്യജീവന യോഗ്യതയായി കഴിഞ്ഞാൽ സമുദ്രത്തിലേക്ക് ഉള്ള മരണത്തിലേക്ക് പോകും. അതല്ല, നാം മണവാട്ടിയുടെ തോഴിമാരാകാനുള്ള നിലവാരത്തിലാണെങ്കിൽ നാം പർദീസിലെ 2ാം സ്വർഗത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടും. നാം തികവുള്ള ക്രിസ്തുവിൻ്റെ പുത്രത്വം പ്രാപിക്കുന്നവരാണെങ്കിൽ, അവനോട് സദൃശപ്പെടുവാനുള്ളവരാണെങ്കിൽ, കൃപയാൽ നാം പർദീസിലെ 3ാം സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഇതാണ് 2 വ്യത്യസ്തമായിരിക്കുന്ന നിലവാരങ്ങളുള്ളവരുണ്ടായിരുന്നു വിശുദ്ധന്മാരുടെ ഇടയിൽ എന്നുള്ളത് നമുക്ക് ചിന്തിപ്പാൻ സാധിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന് മരണമുഖാന്തരമായിട്ട് ഒരു മാറ്റം വരാത്തവരാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ക്രിസ്തുവിനുമായി ദൈവവുമായി ബന്ധമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയതിനു ശേഷമായി മാനസാന്തരപ്പെടാൻ സാധ്യത കൊടുത്ത എല്ലാവരും രക്ഷപ്പെട്ടതിനെ. പക്ഷേ യേശു കർത്താവ് യാഥാസ്ഥലത്തുള്ളവരെ വിടുവിച്ചിട്ടില്ല. കർത്താവ് മരണത്തിലുള്ളവരെ വിടുവിച്ചിട്ടില്ല. അവരെ വിടുവിക്കാൻ വേണ്ടിയല്ല പോയത്. ഞാൻ പറഞ്ഞല്ലോ, പ്രമാണത്തിന് മാറ്റമില്ല. അന്ന് പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരെ മാത്രമാണ് ദൈവം റിലീസ് ചെയ്തത്. അതല്ലാതെ എല്ലാ ഭാവികളെയും കർത്താവ് ഉദ്ധരിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ കയ്യനും എല്ലാവരും അവിടെ കിടക്കുന്ന ധനവാൻ അവൻ ഒരു ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു എങ്ങനെ രക്ഷപ്പെടാനായിട്ട്. പക്ഷെ അവരെ വിടുവിക്കാൻ കർത്താവ് പോയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ
അവനവൻ ശരീരത്തിരിക്കുന്ന ചെയ്തത് നല്ലതായ തീയതായ തക്ക പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തർ ക്രിസ്തുവിനായ സെലുത്തണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് പൊതുവായിട്ടുള്ളൊരു ചിന്താഗതി പറഞ്ഞിട്ട് പറയുകയാണ്. എന്ത് ചെയ്താലും അതിന് തക്കതാണ് പ്രാപിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കോമണായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ മീതിയുള്ള പാതാളത്തിൽ ചിന്തിച്ചപ്പോൾ അത് ഉണ്ടായിരുന്നു. അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ മീതിയുള്ള പാതാളത്തായിരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഇല്ല അവിടെ. അത് ശൂന്യമാക്കി അവരെവിടേക്ക് പോയി? അവര് ഉയരത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയി. ബദ്ധന്മാരായിരുന്നവരെ വിടിവിച്ചു. എന്നാൽ എന്തെങ്കിലും മാറ്റം അന്ന് അധമാ പാതാളത്തിലുള്ളവർക്കോ നരകത്തിലുള്ളവർക്കോ ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഏത് നിലവാരത്തിലാണ് അവർ ആയിരുന്നത് ആ നിലവാരത്തിലാണ്. എന്നാൽ ഇവിടെ മരണനിരയിൽ മാറ്റമല്ല വന്നത്, അവിടെ സ്ഥാനത്തിനല്ല മാറ്റം വന്നത്, അവരുടെ സ്ഥലത്തിലാണ് ദൈവം അവരെ മാറ്റിയത്. അവരെ മീതെയുള്ള പാതാളത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒരു മരണാന്തരയുണ്ട്, അവിടേക്ക് കർത്താവ് കൊണ്ടുപോയി. അന്ന് ശ്രേഷ്ഠന്മാരായിട്ടുള്ള അബ്രഹാം ഉൾപ്പെടെയുള്ളവരെ പറുദീസയുടെ ഒന്നാം സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോയതെന്നുള്ളത് നാം ചിന്തിച്ചും പഠിച്ചും ഗ്രഹിച്ചുമായതുകൊണ്ട് ഞാൻ ഈ വചന പഠനത്തിലൂടെ വിരാമം കുറിക്കുന്നു. ഇതെന്ന് വെച്ചാൽ നാളെ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് വേദവസ്തു രേഖപ്പെടുത്തിയിരിക്കുന്ന ചില അപൂർവ സംഭവങ്ങളെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. വേദവസ്തുവിൽ രേഖപ്പെടുത്തിയ ചില അപൂർവ സംഭവങ്ങളുണ്ട്, പഴയ നിയമത്തിലെ അപൂർവ സംഭവങ്ങൾ. അതിൽ പ്രധാനമായിട്ടും 5 സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. 5 ഓരോ സബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഒന്ന്, മരണം കാണാതെ ജീവനോടെ മാറ്റപ്പെട്ടവർ. ഭൂമി ജീവിച്ചിട്ട് മരണം കാണാതെ ജീവനോടെ മാറ്റപ്പെട്ടവർ. അതിനകത്ത് പ്രധാനമായിട്ട് ഹാനോക്കും ഘോരകും കൂട്ടരുമാണ്. ഈ ഘോരകും കൂട്ടരെ ആരും ചിന്തിക്കത്തില്ല. അതായത് ഹാനോക്കും ഏലിയാവും ഒക്കെയേ ഉള്ളൂ. ഘോരകും കൂട്ടരും മരണം കാണാതെ എവിടുന്ന് മാറ്റപ്പെട്ടത്? അവര് മരണം പിടിച്ചില്ല, അവര് ഭൂമി മരിച്ചല്ല പോയത്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മരണം കാണാതെ ജീവനോടെ മാറ്റപ്പെട്ടവർ അത് നീതിമാന്മാരുമായിട്ടുള്ളവർ മാത്രമല്ല, ഹാനോക്ക് മാത്രമല്ല എടുക്കപ്പെട്ടത്, മാറ്റിയത് ഘോരവും കൂട്ടരും അങ്ങനെയാണ് പോയത്. അപ്പം അതേക്കുറിച്ച് നമ്മുടെ ചിന്തത് അപൂർവ സംഭവപ്പെട്ടതാണ്. വംശാവലി കൂടാതെ ലോകത്തിന് നിഴലായി പ്രത്യക്ഷപ്പെട്ടവർ. മൽക്കിസദേക്ക്, ഏലിയാവ്. അവര് മനുഷ്യരായിരുന്നില്ല, ദൂതന്മാരായിരുന്നു എന്നുള്ളൊരു ചിന്ത പഠിപ്പിലാണ് ഈ വിഷയത്തിലുള്ള മത്തിൽ. വംശാവലി കൂടാതെ ലോകത്തിന് നിഴലായി പ്രത്യക്ഷപ്പെട്ടവർ. അവര് മൽക്കിസദേക്ക്, ഏലിയാവ് എന്നിവർ. ഇതൊക്കെയും ഒരുപാട് ചിന്തകളും സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകാമെന്നുള്ള വിഷയങ്ങളാണ്. ഒരുപക്ഷെ പഠിച്ചു വന്ന പല ചിന്താഗതികൾക്കും വിരുദ്ധമായിട്ടുള്ള ചിന്താഗതികളായിരിക്കാമെങ്കിലും കഥാനുകൂലിൽ ആശ്രയിച്ച് കഴിയാവുന്നത്ര എനിക്ക് തന്നിരിക്കുന്ന ദൈവകൃപയ്ക്കനുസരിച്ച് അതിൻ്റെ വിവരണം നൽകാൻ കഥാവിൽ താല്പര്യപ്പെടുന്നു. അത് സത്യസന്ധമായിട്ടുള്ള വിവരണമായിരിക്കും. ആരാണ് മൽക്കിസദേക്ക്, ആരാണ് ഏലിയാവ്, എന്തുകൊണ്ട് അവർക്ക് വംശാവലി ഇല്ലായിരുന്നു, അവരാരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നതായിരിക്കും. മൂന്നാമത്, മരണാനന്തരം തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടവർ. മോശയും ഏലിയാവും. മോശയും ഏലിയാവും മരണാനന്തരം മരുമലയിൽ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള സംഭവം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. നാലാമത്തത്, മരണാനന്തരം ഉയർക്കപ്പെട്ട ശേഷം ഭൂമിയിൽ വീണ്ടും ജീവിച്ചവർ. മരിശേഷം ഉയർക്കപ്പെട്ട ശേഷം വീണ്ടും ഭൂമിയിൽ ജീവിച്ചവർ. നമുക്കറിയാം, നിരവധി പേർ ജീവിച്ചു. ലാസർ, മറിയയുടെയും മാർത്തയുടെയും സഹോദരനായിരുന്ന ലാസർ മരിച്ചിട്ട് വീണ്ടും ഉയർക്കപ്പെട്ട് ഭൂമിയിൽ സാധാരണ ജീവൻ ജീവിച്ചു. അങ്ങനെ ചിലരുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപൂർവ സംഭവങ്ങളാണ്. അഞ്ചാമത്തത്, യേശു ക്രിസ്തുവിന്റെ മണ്ണത്തെങ്കിൽ ഉയർക്കപ്പെട്ട വിശുദ്ധന്മാർ. കർത്താവിന്റെ മണ്ണത്തെങ്കിൽ കല്ലറകൾ തുറക്കപ്പെട്ട് ചില വിശുദ്ധന്മാർ വെളിയിൽ വന്നു. അവര് വെളിയിൽ വന്നു. അവരാരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. യേശു ക്രിസ്തുവിന്റെ മണ്ണത്തെങ്കിൽ ഉയർക്കപ്പെട്ട വിശുദ്ധന്മാർ. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അപൂർവ സംഭവങ്ങളായി പഴയ നിയമത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഓരോന്നായി ദൈവം വെച്ചാൽ വരുന്ന ദിവസം ചിന്തിക്കും. ഈ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവർ എന്നുള്ള വിഷയം ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും നമുക്കൊന്നുകൂടി ചിന്തിക്കാനുള്ളത്, മീതെയുള്ള പാതാളം ഉണ്ടായിരുന്നു. അവിടേക്ക് ആദ്യമായി ഇറങ്ങിപ്പോയത്, ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് പോയത് ഹാബേൽ ആയിരുന്നു. ഹാബേലിന് ശേഷമായി ഖയീൻ മരിച്ചപ്പോൾ ഖയീൻ നരകത്തിലേക്കാണ് പോയത്. അത് എപ്പോഴാണ് മരിച്ചതെന്ന് എനിക്കറിയത്തില്ല. കഠിനഭാവിയാണ്ട് നരകത്തിലേക്ക് പോയി. പാപം ചെയ്തവർ, ജീവസ്പയില്ലാത്തവർ, അവര്
അധമ പാതാളമാകുന്ന കീഴെയുള്ള പാതാളത്തിലേക്കാണ് പോയത്. നിത്യന് യോഗ്യതയായിട്ട് ശിശുക്കളെ പോലുള്ള പ്രിയപ്പെട്ടവർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവര് മീതെയുള്ള പാതാളത്തിലേക്കാണ് പോയതെന്നൊന്നും, മീതെയുള്ള പാതാളത്തിൽ 2 ഗണത്തിൽപ്പെടുന്ന വിശുദ്ധന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ജീവന് യോഗ്യതയുള്ള ശിശുക്കളെ പോലുള്ളവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവർ വിശ്രമിക്കുന്നത് സമുദ്രത്തിലെ മണ്ണാന്തരയിലാണ്. അതിലും ശ്രേഷ്ഠമായ നിരയിൽപ്പെട്ടിരുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവരെ ദൈവം വിസ്മയിപ്പിക്കുന്നത്, അവരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി മീതെയുള്ള യെരൂശലേമാകുന്ന പറുദീസയിലെ 1ാം സ്വർഗത്തിൽ അവരെ ആക്കിയിരിക്കുന്നു എന്നുള്ളതുമാണ് നാം ചിന്തിച്ചത്. ഇപ്പോൾ കർത്താവിൻ്റെ മരണത്തിന് ശേഷമായി, അവിടുന്ന് ഉദ്ധരിക്കപ്പെട്ടതിന് ശേഷമായി മീതെയുള്ള പാതാളത്തിലേക്ക് പിന്നീട് ഒരൊറ്റ ആത്മാക്കൾ പോലും കടന്നു പോകുന്നില്ല എന്നുള്ളത് നാം ചിന്തിപ്പാനിടയാത്തീർന്നു. ഇനിയും കർത്താവിൻ്റെ കൃപയാൽ നാം ചിന്തിച്ച വിഷയങ്ങൾ, മരണത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും എന്തെല്ലാം സംഭവിക്കുന്നതിനെക്കുറിച്ചും മരിച്ച ശേഷം എവിടെയാണ് പോകുന്നതെന്നതിനെക്കുറിച്ചും ഏതെല്ലാം നിലകളാണ് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള പഴയ നിയമത്തിലെ മണ്ണാന്തരകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില അപൂർവ സംഭവങ്ങളുണ്ട്. അത് ഉത്തരം അർഹിക്കപ്പെടേണ്ടതും അത് ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങൾ പ്രാരംഭ സഭയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് പിന്നീട് അത് നടന്നില്ല. എന്നാൽ ചിലർ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ചെയ്തു വരുന്നത് അത് അനുവർത്തിക്കണമോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. അടിച്ചമർത്തപ്പെടേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പ്രത്യേക ഒരു കൂട്ടത്തിൽപ്പെടുന്നവർ അതങ്ങനെ അവർ ചെയ്തു വരുന്നെങ്കിൽ അവർ ചെയ്തു പൊയ്ക്കോട്ടെ. നമ്മളതിനെ എതിർത്ത് പോയിട്ട് അവരെ സ്വർണം ധരിപ്പിക്കാൻ പോവുകയോ മരുന്ന് കുടിപ്പിക്കാൻ പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കട്ടെ. ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കണമെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കണം. അതിൻ്റെ നിയമാവലി അനുസരിച്ച് അത് ചെയ്തിരിക്കണം. അത് എന്താണോ ഒരു സഭ, അവിടെ ലോക്കൽ സഭയ്ക്ക് അവർ അനുസരിച്ച് പോകുന്നത്, അവരത് ചെയ്തു പോകട്ടെ. നമ്മളതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലതാണെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കുക, നമ്മളതുപോലെ അതിനെ അഡോപ്റ്റ് ചെയ്യുക. അത് അടിച്ചേൽപ്പിക്കുവാനോ അതിൽ നിന്ന് അവരെ പിന്തിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ പോകേണ്ട ആവശ്യമില്ല. അത് ക്രിസ്തു തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ചിലർക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മരുന്ന് കഴിക്കാതിരിക്കാനുള്ള വിശ്വാസമുണ്ടോ? നീ മരുന്ന് കഴിക്കണ്ട, നിനക്ക് അത്രയും വിശ്വാസമില്ലേ, മരുന്ന് കഴിക്കുക. വേദവസ്തുത്തിൽ അങ്ങനെ മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, കഴിപ്പിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസമാണ്. നല്ല ആരാധനയ്ക്ക് എല്ലാവരും പോകണമെന്ന് എഴുതിയിട്ടുണ്ട്, സഭായോഗം മുടക്കണമെന്ന്. പക്ഷേ പ്രഭാതത്തിൽ എല്ലാവരും എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഉപവസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ന്യായബദ്ധമായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. പിന്നെ സഭ കൂടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സഭയുടെ പൊതുവായിട്ടുള്ള ഉപവാസ പ്രാർത്ഥനയുണ്ട്, അതിൽ പങ്കെടുക്കണം. സഭയുടെ പൊതുവായ കൂട്ടായ്മയുണ്ട്, അതിൽ പങ്കെടുക്കണം. രാവിലെ പ്രാർത്ഥന ക്രമീകരിച്ചാൽ പങ്കെടുക്കണം. വൈകിട്ട് പ്രാർത്ഥന ക്രമീകരിച്ചാൽ പങ്കെടുക്കണം. സഭ പറയുക മിഡ് നൈറ്റ് നമുക്ക് പ്രാർത്ഥിക്കുക, അതിൽ പങ്കെടുക്കണം. സഭ കൂട്ടായി പറയുന്ന കാര്യം. പക്ഷേ എല്ലാ ദിവസവും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്യുക. കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടത്തണം. അത് രാത്രിയിൽ നടത്തണം. അതുപോലെ രാവിലെ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. ഞാൻ പറഞ്ഞിട്ട് സമയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും കാര്യങ്ങളെ നോക്കി അത് ചെയ്യണമെന്ന് ആണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു വിധത്തിൽ തെറ്റിദ്ധരിക്കരുത് എന്ന് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വചന പഠനത്തിൽ ഇന്നത്തെ ക്ലാസ്സിന് വിരാമിടുന്നു. ഞാൻ വിശ്വസിച്ച് ചില സംശയങ്ങൾ മാറിപ്പോയെന്നുള്ളത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല എന്നതുകൊണ്ട് നമ്മുടെ ശവക്കലറുകൾ കാട് പിടിച്ച് കിടക്കണമെന്ന് ഞാൻ പറയത്തില്ല. അവിടെ വൃത്തിയാക്കണം, അവിടെ ഏറ്റവും മനോഹരമാക്കിയിടണം. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണത്. പലരും വന്ന് നമ്മളെ അവഗണിച്ച് പോകുന്നൊരു വിഷയമാണ്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ പോയി പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യാനില്ലെങ്കിലും മരണാനന്തരം അടക്കപ്പെട്ടിരുന്ന കല്ലറകളുള്ള സ്ഥലങ്ങൾ അത് മനോഹരമാക്കിയിടണം. അത് സ്ലീപ്പിംഗ് ഗാർഡൻസ് ആണ്. ചെടിച്ചട്ടി വാങ്ങിച്ചു വെക്കാൻ ചെടിച്ചട്ടി വാങ്ങിച്ചു വെക്കണം. അവിടെ ഭംഗിയാക്കിയിടാമെങ്കിൽ അത് ഭംഗിയാക്കിയിടണം. അത് ആവശ്യമാണ്. ഇത് നമുക്ക് മരിച്ച ശേഷം ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇട്ടിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ മാർബിളിൻ്റെ വലിയ ഫലങ്ങൾ വെക്കണമെന്നല്ല പറഞ്ഞത്, മുടി പിടിപ്പിക്കണമെന്നല്ല. ഭംഗിയാക്കിയിടാമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നീട് സാമൂഹിക വിരുദ്ധർ കടന്നു പോകാതെ അവിടെ
എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും അത്യാവശ്യമാണ്. ഞാൻ പൊതുവിൽ പറഞ്ഞ കാര്യങ്ങളായി കണക്കാക്കുക. അത് ദൈവിക ഉപദേശങ്ങളല്ല, എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങളാണ്. അത് അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഓരോരുത്തരോട് വിശ്വാസമുണ്ടാകട്ടെ. ഇനി ഒരു സഭയ്ക്ക് ഒരു പ്രത്യേക ആൾക്കാർക്ക് സ്വർണ്ണം ഉപയോഗിക്കുന്നതിൽ അവർ ഉപയോഗിക്കേണ്ട, നല്ല കാര്യമാണ്, പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഇപ്പം സഭയിൽ കടന്നു വരുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരാൾ സ്വർണ്ണ ആഭരണം ധരിച്ചു വരുന്നു, നല്ല വസ്ത്രം ധരിച്ചു വരുന്നു, അവർക്ക് പ്രത്യേക സ്ഥലം കൊടുക്കുന്നു, അവരെ വിളിച്ചെഴുതിക്കൊണ്ട് ആൾക്കാർ വരുന്നു, സമ്പന്നാണ് അങ്ങനെ. അതുകൊണ്ട് മോടിയുള്ള ഭക്ഷണം വരുമ്പോൾ അങ്ങനെയുള്ള സ്വീകരണമൊക്കെ ഉണ്ടാകുന്നു. അത് തെറ്റില്ലെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്, തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്കെല്ലാവർക്കും വേണ്ടെങ്കിൽ വേണ്ട, വാച്ച് കിട്ടുന്നതിന് കുഴപ്പമില്ല, സമയം അറിയാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി. ഇപ്പം നല്ലൊരു വാച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിത് ഈ വാച്ച് കെട്ടാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാച്ച് അത് വാങ്ങിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് അല്ലെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമായി. വസ്ത്രം ധരിക്കുന്നത്, മോടിയുള്ള വസ്ത്രം ധരിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നല്ല കിട്ടിയാൽ ധരിച്ചു കൊള്ളുക. പിന്നെ ചിലർ വിചാരിക്കുക എനിക്ക് സാധാരണ ഒരു വസ്ത്രം മതി, അത് എൻ്റെ വിശ്വാസം. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചത് നമ്മൾ വിമർശിക്കട്ടെ. മോടിയുള്ള വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പൊന്നാവണ തലമുടി പിന്നത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചേരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വലിയ ആഡംബരങ്ങളോടെ വരണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ ന്യായോചിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടിച്ചേൽപ്പിക്കേണ്ടതോ അടിച്ചാക്ഷേപിക്കേണ്ടതോ ആയ വിഷയങ്ങളല്ല. അത് വ്യക്തിപരമായ വിഷയമാണ്. നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ കാറേ വരിക, നിങ്ങൾക്ക് നല്ല വസ്ത്രമുണ്ട് വസ്ത്രം ധരിച്ചു വരിക. അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വപരമായ കാര്യമാണ്. പിന്നെ ഞാൻ മോഡേൺ വസ്ത്രം ഞാൻ പറഞ്ഞല്ലോ, അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും അനുയോജ്യമായ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോഡേൺ വസ്ത്രം ധരിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഹാഫ് നിക്കർ ഇട്ടുകൊണ്ട് കത്രിമേശയ്ക്ക് വരുന്നത് ആ സ്വാതന്ത്ര്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് മാന്യമായ വസ്ത്രം ധരിക്കണം. ഈ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടിയൊക്കെ വല്ലാതെ ഇതാക്കി വൃത്തികേടായി ഹാഫ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് കോടതി കയറി ചെല്ലാൻ പറ്റുമോ? ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ കയറി ചെല്ലാൻ പറ്റുമോ? മൊബൈൽ ഫോണൊക്കെ ഓൺ ചെയ്ത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. മാന്യമായിട്ട് ചെല്ലണ്ടേ? മാന്യമായിട്ട് ചെല്ലാം. അങ്ങനെയാണെങ്കിൽ സർവശക്തനെ ആരാധിക്കുന്നിടത്ത്, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് മാന്യമായ രീതിയിൽ വേണം നാം പോകാനായിട്ട്. ലുങ്കി കൊടുത്ത് മടക്കി കുത്തി ഞങ്ങൾ ഒരു ജഡ്ജിന് മുമ്പിൽ ചെല്ലും. ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അവിടെ വലിയ സ്വർണ്ണമാലയൊക്കെ ധരിച്ച് വലിയ ആഡംബരത്തോടു കൂടി മജിസ്ട്രേറ്റ് മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അഹങ്കാരം കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മാനുഷികമായിരിക്കുന്ന ഒരു കോടതിക്കകത്ത് നമ്മൾ മര്യാദ പാലിക്കണം, മാന്യത കാണിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് നാം മാന്യതയും മര്യാദയും പാലിച്ചിരിക്കണം എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാനത്തെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.